എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. നീതി നിഷേധിക്കപ്പെട്ടു എന്ന് കെ മാണി. ചില രക്തദാഹികൾ തന്നെ വേട്ടയാടി. രക്തത്തിന് വേണ്ടി പലരും ദാഹിച്ചിട്ടുണ്ട്, എന്നെ വേട്ടയാടിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ആയേക്കുമെന്ന പ്രചരണം ചിലരെ ഭയപ്പെടുത്തി. കോഴക്കേസ് രാഷ്ട്രീയ ഗൂഢാലോചന, പിന്നിൽ ആരെന്ന് പറയാത്തത് രാഷ്ട്രീയ മാന്യത. കെ ബാബുവിനെതിരെയുള്ളത് നേരിട്ടുള്ള ആരോപണമെന്നും മാണി. സീസർ പരാമർശം നീക്കാൻ സുപ്രീം കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങി കെ മാണി. കേരള കോൺഗ്രസിൽ ഭിന്നത പുകയുന്നു. ജോസഫിനോട് അതൃപ്തി പ്രകടിപ്പിച്ചു ഉണ്ണിയാടൻ. കോൺഗ്രസിനും വിമർശനം. അണുനയത്തിന് കോൺഗ്രസിന്റെ നീക്കം. ധനവകുപ്പ് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യും. കെ മാണിയെ വീഴ്ത്തിയതിന് പിന്നാലെ കെ ബാബുവിനെ ലക്ഷ്യമിട്ട് ബിജു രമേശും പ്രതിപക്ഷവും. ബാബുവിനെതിരായ കേസ് അട്ടിമറിച്ചു എന്ന് ബിജു രമേശ്. FIR രജിസ്റ്റർ ചെയ്യണമെന്ന് VS. ബിജു രമേശ് സമവായത്തിന് ദൂതരെ അയച്ചു എന്ന് ബാബു. ബിജുവിന് പിന്നിൽ ആരോ ഉണ്ടെന്ന് മുഖ്യമന്ത്രി. സുനന്ദ പുഷ്കറിന്റെ കൊലപാതകം ആണവ പദാർത്ഥം മൂലമല്ല എന്ന് പരിശോധനാ ഫലം. മരണം വിഷമുള്ളിൽ ചെന്ന്. മെഡിക്കൽ സംഘവുമായി ആലോചിച്ച് തുടർ നടപടിയെന്ന് കമ്മീഷണർ. ശശി തരൂരിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കുന്നതും പരിഗണനയിൽ. ബീഹാർ പരാജയത്തെ ചൊല്ലി BJPയിലെ അന്ധചിത്രം മൂർജിക്കുന്നു. പരാജയത്തിന് കൂട്ടുത്തരവാദിത്തമെന്ന് ഗഡ്കരി. മോദിയെയും അമിത്ഷായെയും കുറ്റപ്പെടുത്തരുത്. അദ്വാനിയുടെ കാലത്തും പരാജയം ഉണ്ടായിട്ടുണ്ട്. വിശദമായി. ബാർകോഴ കേസിൽ തനിക്ക് എതിരെ കേട്ടുകേൾവി മാത്രം ഉള്ളപ്പോൾ കെ ബാബുവിനെതിരെ നേരിട്ടുള്ള ആരോപണമാണെന്ന് കെ മാണി. തനിക്ക് കോഴ നൽകി എന്നത് ബിജു രമേശിൻ്റെ കേട്ടുകേൾവി മാത്രമാണ്. എന്നാൽ ബാബുവിന് നേരിട്ട് പണം കൊടുത്തു എന്ന് ബിജു രമേശ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ബാബുവിനെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് അവരോട് ചോദിക്കണമെന്നും കെ മാണി പറഞ്ഞു. ഇപ്പോഴെങ്കിലും ഒരാൾ എന്നോട് സിമ്പതി കാണിക്കാനുണ്ടല്ലോ, എനിക്ക് നന്ദിയുണ്ട്. ഇത് കേട്ടോ, ഈ പറയുന്നത് കേട്ടോ. ഞാനല്ല പറഞ്ഞത്, അത് ബഹുജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ചോദ്യമാണ്. അതുകൂടി നോട്ട് ചെയ്തു. അല്ല, മീഡിയ ബഹുജന അല്ല, ഒരു മീഡിയ പ്രവർത്തകനാണ്. No, what I said was he did not admit that he gave the money, but he personally gave. He said others gave, but in Minister Babu's case, he says that he personally. That means the allegation against me was hearsay. He had no direct contact. He did not give money. But in this case, he says that he has directly given the money. I cannot make any comment about that. But you go and ask them what is it. പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കെ മാണി നടത്തിയിരിക്കുന്നത്. ബാബുവിനെതിരെയുള്ളത് നേരിട്ട് പണം നൽകിയെന്ന ആരോപണമാണ്. തനിക്കെതിരെയുള്ളത് ഹിയർസേ മാത്രമാണ്. ബാബുവിനെതിരെ എന്ത് നടപടിയെടുത്തു എന്നാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ കെ മാണി ചോദിച്ചത്. നേരത്തെ മലയാള മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ കെ മാണി പറഞ്ഞത് ബഹുജനങ്ങളിൽ നിന്ന്, പിന്നീട് അദ്ദേഹം മാധ്യമപ്രവർത്തകരിൽ നിന്ന് എന്നാക്കി. ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉയർന്നു വരുന്നു, അവരോട് ചോദിക്കൂ എന്നാണ് കെ മാണി പറഞ്ഞത്. കെ മാണിയുടെ രാജിക്ക് പിന്നാലെ എക്സൈസ് മന്ത്രി കെ ബാബുവിനെതിരായ നീക്കവുമായി ബിജു രമേശ് രംഗത്ത്. ബാബുവിനെതിരായ കോഴക്കേസ് ഒഴിവാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്നും ബിജു രമേശ് ആരോപിച്ചു. അതേസമയം താൻ നൽകിയ മാനനഷ്ട കേസ് പിൻവലിക്കാനായി ഇടനിലക്കാർ വഴി ബിജു രമേശ് ശ്രമിച്ചിരുന്നുവെന്ന് കെ ബാബു ആരോപിച്ചു. തെളിവുകൾ ഉണ്ടെങ്കിൽ പുറത്തുവിടുകയാണ് ബിജു രമേശ് ചെയ്യേണ്ടതെന്നും ബാബു പറഞ്ഞു. മന്ത്രി കെ ബാബുവിന് 1 കോടി രൂപ 2 തവണയായി മന്ത്രിയുടെ ഓഫീസിലെത്തിച്ച് നൽകിയതായി ബിജു രമേശ് ആവർത്തിച്ചു. ആരോപണം നിഷേധിക്കുന്ന ബാബു നാർക്കോ പരിശോധനയ്ക്ക് തയ്യാറുണ്ടോ എന്നും ബിജു രമേശ് വെല്ലുവിളിച്ചു. 50 ലക്ഷം രൂപ ബാബുവിൻ്റെ സെക്രട്ടേറിയറ്റിൽ കൊണ്ടുപോയി കൊടുത്തത് ഞാൻ തന്നെയാണ് കൊണ്ടുപോയി കൊടുത്തത്. ആ അസോസിയേഷൻ പറഞ്ഞതനുസരിച്ചിട്ട് ബാബു അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ പൈസ ബാബുച്ചേട്ടൻ അവിടെ എത്തിക്കുമെന്ന് ചോദിച്ചു. ഞാൻ രണ്ട് ദിവസം പ്രാവശ്യം വൈകുന്നേരങ്ങളിലാണ് ഈ ക്യാഷ് സെക്രട്ടേറിയറ്റിൽ കൊണ്ടുപോയി എത്തിച്ചത്. ഞാൻ പറയുന്ന ബാബു സത്യസന്ധനാണെന്ന് പറയുന്നെങ്കിൽ അല്പമെങ്കിലും ജനങ്ങളോട് നീതി പുലർത്തണമെന്നുണ്ടെങ്കിൽ ബാബു നാർക്കോ അനാലിസിസ് ടെസ്റ്റിന് വിധേയനാകും. ഞാൻ വിധേയനാവാൻ തയ്യാറാണ്. ഞാൻ എവിടെയും എഴുതി തരാം. ഞാൻ നാർക്കോ അനാലിസിസ് ടെസ്റ്റിന് വിധേയനാകാൻ തയ്യാറാണ്. ബാബു തയ്യാറാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. തയ്യാറാണെങ്കിൽ അതിൽ ബാബു കള്ളത്തനം പൈസ ഒന്നും മേടിച്ചിട്ടില്ല എന്ന് തെളിയെങ്കിൽ ബാബു പറയുന്ന എന്ത് പ്രായശ്ചിത്തവും എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. മന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും ആസ്തികൾ പരിശോധിക്കണം. ബാറുടമ പോളക്കുളം കൃഷ്ണദാസ്, മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്നിവർ വഴി ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ബാബു ശ്രമിച്ചിരുന്നു. തന്നെ സ്വാധീനിക്കുന്നതിനായി സമുദായ നേതാവിനെയും മന്ത്രി അയച്ചിരുന്നതായും ബിജു രമേശ് പറഞ്ഞു. എന്നാൽ മാനനഷ്ട കേസ് പിൻവലിക്കുന്നതിനായി പോളക്കുളം കൃഷ്ണദാസ്, ഗോകുലം ഗോപാലൻ എന്നിവർ വഴി ബിജു രമേശ് ശ്രമിച്ചിരുന്നതായി മന്ത്രി കെ ബാബു ആരോപിച്ചു. തെളിവുണ്ടെങ്കിൽ പുറത്തുവിടുകയാണ് വേണ്ടത്. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും തെളിവ് നൽകാൻ ബിജു രമേശ് തയ്യാറായിട്ടില്ലെന്നും ബാബു ആരോപിച്ചു. ബിജു രമേശിന്റെ പേരിൽ ഞാൻ കൊടുത്ത കേസുകൾ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് ബിജു രമേശ്
എൻ്റെ ചില സുഹൃത്തുക്കൾ വഴി എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഈ മാണിസാറിൻ്റെ കേസിൻ്റെ വിധി വന്ന ദിവസം ഏറ്റവും ഒടുവിൽ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് അയാൾ പറഞ്ഞു 7 മണിക്കുള്ളിൽ എനിക്ക് മറുപടി കിട്ടണം, കേസ് പിൻവലിക്കണം, അതല്ലെങ്കിൽ ഞാൻ വാ തുറക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വാ തുറക്ക്, അതിനിപ്പോൾ എന്താ, വാ തുറന്നോട്ടെ എന്ന് പറഞ്ഞു. ബാബുവിനെതിരായ ക്വിക്ക് വെരിഫിക്കേഷൻ ചോദ്യം ചെയ്ത് അടുത്ത് തന്നെ ബിജു രമേശ് ഹൈക്കോടതിയിൽ ഹർജി നൽകും. തനിക്കെതിരായ ആരോപണങ്ങളുടെ പേരിൽ മന്ത്രിക്കെതിരെ 1 കോടി രൂപയുടെ മാനനഷ്ട കേസ് നൽകുമെന്നും ബിജു രമേശ് അറിയിച്ചു. റിപ്പോർട്ടർ, കൊച്ചി. വിഷയത്തിൽ നമ്മോടൊപ്പം ബിജു രമേശ്, ഒപ്പം തന്നെ എലഗൻസ് ബിനോയ്, എൻ രാധാകൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ബിജു രമേശ്, എന്തുകൊണ്ടാണ് ഇന്ന് താങ്കൾ വീണ്ടും കെ ബാബുവിനെതിരെ തിരിഞ്ഞത്? കെ ബാബുവിനെതിരെ ആക്ഷേപം ഉന്നയിക്കുകയും വിജിലൻസ് അക്കാര്യത്തിൽ തീർപ്പാക്കുകയും ചെയ്തതിന് ശേഷം മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ബാബുവിനെതിരെ തിരിയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു. ഇന്നലെയാണ് ഞാനിത് ആദ്യം പറയുന്നത്. ബാബുവിനെ ഇന്നലെ ചോദിച്ചപ്പോഴും ഞാൻ മനോരമ ചാനൽ സംസാരിക്കുമ്പോൾ ഇതേ ബാബുവിനെ പറ്റി ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നതാണ് പറയുന്നത്. ഞാൻ കെ ബാബുവിനെതിരെ 4 മാസം മുമ്പ് തന്നെ ഞാൻ ബാബുവിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിൻ്റെ കേസ് ഫയൽ ചെയ്യാൻ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഈ ആഴ്ച തന്നെ അത് ഫയൽ ചെയ്യുമെന്നുള്ള, നാളെയോ മറ്റന്നാളോ ആ കേസ് 2 കേസ് ബാബുവിനെതിരെ തിരിച്ചു മാനനഷ്ടം ഫയൽ ചെയ്യുന്നുണ്ട്. ബാബുവിൻ്റെ മാനനഷ്ടം എന്താണ്? കൃഷ്ണദാസിൻ്റെ കാര്യസ്ഥനാണ് ബാബു എന്ന് പറഞ്ഞ്, പോളക്കുളത്തിൻ്റെ കാര്യസ്ഥനാണ് ബാബു എന്ന് പറഞ്ഞ് ബാബുവിനെ അപകീർത്തിപ്പെടുത്തി എന്നുള്ളതാണ് ബാബുവിൻ്റെ കേസ്. അല്ലാതെ വേറെ ഒരു കേസ് എനിക്കെതിരെ ബാബു ഫയൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കേസിന് ആണ് ബാബു പറയുന്നത്, ഈ കേസിനെതിരെയാണ് ബാബു പറയുന്നത് ഞാൻ ഗോകുലനെ കൊണ്ട് ബാബുവിന്റെ തിരിച്ചുള്ള ആരോപണം, അതിന് താങ്കളുടെ മറുപടി എന്നുള്ള നിലയിലല്ല. ഇന്നിപ്പോൾ കെ മാണി ഇംഗ്ലീഷ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എനിക്കെതിരെയുള്ളത് ബിജു രമേശിൻ്റെ ഹിയർസേ ആണ്. താങ്കൾ നേരിട്ട് പണം കൊണ്ടുകൊടുത്തു എന്നൊരാക്ഷേപം, കെ മാണിക്ക് നേരിട്ട് പണം കൊണ്ടുകൊടുത്തു എന്ന ആക്ഷേപം ഇല്ലല്ലോ താങ്കൾക്ക്. മറ്റാരൊക്കെയോ കൊടുത്തു എന്ന് താങ്കൾ പറഞ്ഞു കേൾക്കുകയും അത് വിജിലൻസിനെ അറിയിക്കുകയും അതാണിപ്പോൾ രാജിയിലേക്ക് കലാശിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ബാബുവിൻ്റെ കാര്യത്തിൽ അതല്ല എന്ന് കെ മാണി തന്നെ പറയുകയാണ്. ബാബുവിന് നേരിട്ട് താങ്കൾ ബാബുവിൻ്റെ ഓഫീസിൽ, സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ കൊണ്ട് 50 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ അതിനെതിരെ കേസില്ല എന്നാണ് അവർ പറയുന്നത്. അവരോട് ചോദിക്കൂ എന്നാണ് കെ മാണി പറയുന്നത്. കെ മാണി ഇന്ന് വൈകുന്നേരം വാർത്താ സമ്മേളനം നടത്തി പറയുന്നത് എനിക്കെതിരെ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ആ ഗൂഢാലോചനയുടെ പിന്നിൽ ആരൊക്കെയാണ് എന്ന് എനിക്കറിയാം, മാധ്യമങ്ങൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നില്ല വേണ്ടത്ര, ബാർ കോഴ കേസ് ഏതൊക്കെ വഴി തിരിയും എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ എന്ന്. അതായത് കെ മാണി തന്നെ മാധ്യമപ്രവർത്തകരോട് ആവശ്യപ്പെടുന്നത് ഞാനെല്ലാം പറഞ്ഞു തരണമെന്ന് പറയല്ലേ, വരികൾക്കിടയിൽ വായിക്കാനാണ് പറയുന്നത്. അത് വരികൾക്കിടയിൽ വായിച്ചാൽ ഇങ്ങനെയാണ്. അതായത് കെ മാണിക്കെതിരെ ഈ ബാർഗോഴയുടെ മുഴുവൻ കുന്തമുനയും കൊണ്ടുചെന്നെത്തിച്ചത് മറ്റാരൊക്കെയോ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാണ്. അങ്ങനെയാണോ ശ്രീ ബിജു രമേശ്? താങ്കളുടെ അലിഗേഷൻ ആണല്ലോ ഈ നിലയിൽ കെ മാണിക്ക് എതിരെ മാത്രം തിരിച്ചു കൊണ്ടുവന്നത്. അത് മറ്റാരെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയാണത് കെ മാണിയിൽ മാത്രമായി ആ കുന്തമുന കൂർപ്പിച്ച് വെച്ചത് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ അന്നും പറഞ്ഞു മറ്റ് മന്ത്രിമാരുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ബാബുവിൻ്റെ പേര് പറഞ്ഞത് തൊട്ട് എന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് മറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, തുടർച്ചയായി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഓപ്പറേഷൻ അനന്ത തുടങ്ങി പല രീതിയിൽ എൻ്റെ ബിൽഡിംഗ് തന്നെ പൊളിക്കുന്നതിലേക്ക് വേണ്ടി വന്നു. മുഖ്യമന്ത്രിയായിട്ട് പരിചയമുള്ളവരെ കൊണ്ട് സംസാരിപ്പിച്ചു. ബിജുവിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടില്ല എന്ന് മുഖ്യമന്ത്രി തറപ്പിച്ചു പറയുന്നു. മുഖ്യമന്ത്രി വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് സംസാരിക്കുന്നു. ബാബുവിനോട് ഈ വിഷയത്തെക്കുറിച്ചാണ് ഗോകുലം പറഞ്ഞ വ്യക്തിപരമായി അത് നിങ്ങൾ പോകുന്നത് ശരിയല്ലല്ലോ. ബിജു ഒരു ആരോപണം പറഞ്ഞു, ശരി, നിങ്ങളത് വ്യക്തിപരമായി ബിജുവിൻ്റെ കെട്ടിടം പൊളിക്കാനും കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു തെറ്റായ നടപടിയല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് ബാബു പറഞ്ഞ അവൻ്റെ അസ്ഥിവാരം ഞങ്ങൾ തോണ്ടും, നിങ്ങൾ നോക്കിക്കോ. അവ എന്നെ തൃപ്പൂണിത്തറയിലോട്ട് നിങ്ങൾ പോയിട്ടുണ്ട്, അവിടെ മൊത്തം ഡിവൈഎഫ്ഐക്കാർ എന്നെ കള്ളം ബാബു എന്നാണ് എഴുതി ഒട്ടിച്ചിരിക്കുന്നത്. എൻ്റെ ആൾക്കാരെ ജനങ്ങളുടെ മധ്യത്തിൽ മൊത്തം കള്ളം ബാബു ആക്കിയ അവനെ മൊത്തം നശിപ്പിച്ച് അവൻ്റെ കുടുംബത്തിൻ്റെ അസ്ഥിവാരം തോണ്ടിയില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ പറയുകയും ഈ ഗോകുലനോട് വളരെ മോശമായ ഭാഷകൾ ഉപയോഗിച്ചു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. എന്ത് കോംപ്രമൈസാണ് ബാബുവായിട്ട് സംസാരിക്കുന്നത്?
സംസാരിക്കാൻ പോയത്? എന്നെ കെട്ടിടം അധികാര സ്വാധീനം ഉപയോഗിച്ച് മന്ത്രി എന്ന പദം ഇത് ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരിൽ മുഖ്യമന്ത്രിയെ കൊണ്ടും സമ്മർദ്ദം ചെലുത്തി ബാബു നടത്തുന്ന ആ നാടകം അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതിനെ അപ്പോഴാ പറയുന്നത് എൻ്റെ അസ്ഥിവാരം തോണ്ടാനാണ് അദ്ദേഹം നിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിനുശേഷം ഇയാളുമായിട്ട് ഒരു സംസാരിക്കാനോ ഉപദ്രവിക്കരുതെന്ന് പറയാനോ വന്നിട്ടില്ല. വരണ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിയമപരമായി നിയമയുദ്ധത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മാണിസാറിന്റെ ഇഷ്യൂ കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത ഇതിലേക്ക് ഇത് തുടങ്ങേണ്ട സമയം, കാര്യം നമ്മൾ സത്യം പുറത്തു വരുന്ന ഒരു സാഹചര്യം വന്ന സാഹചര്യത്തിൽ ഇതും നിയമപരമായി പുറത്തേക്ക് വരുന്നതിലേക്കുള്ള നടപടി നേരത്തെ തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് തുടങ്ങി. അതിനുവേണ്ടി ഫയല് അഡ്വക്കേറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കിയുള്ള പ്രിപ്പറേഷനിലാണ്. അത് ബാബുവിന്റെ ഇത് കേസിന്റെ അന്വേഷണവും ആ കേസ് ഫയൽ കംപ്ലീറ്റ് കോടതിയിലേക്ക് വിളിച്ചു വരുത്തപ്പോൾ തന്നെ മാണിസാറിനേക്കാളും വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ഫയലിൽ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത്തെ കാര്യം, മാണിസാറ് പൈസ ചോദിച്ചതായി ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ബാബു പൈസ ചോദിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന ഹിയർസേ എവിഡൻസ് ഉണ്ട്. അത് ഒരു ഡിമാൻഡ് ഫോർ മണി. രണ്ടാമത് ലൈസൻസ് ഫീസ് കുറച്ച് തരുന്നത്. റെക്കോർഡിക്കലിലുള്ള തന്നെ 14 കോടി രൂപ ലൈസൻസ് ഫീയിൽ കുറവ് വരുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യുപകാരം എന്നുള്ള രീതിയിൽ സർക്കാരിൻ്റെ ഖജനാവിലെ 15 കോടിയോളം രൂപ ലൈസൻസ് ഫീ ഇനത്തിൽ സർക്കാരിന് നഷ്ടം വരുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഞങ്ങൾക്ക് 25 രൂപ പ്രീ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്ന ലൈസൻസ് ഫീസ് 23 ലക്ഷം രൂപയാക്കി തന്ന ബാബു ഈ കൃഷ്ണദാസിന്റെ നിർദ്ദേശപ്രകാരമാണ്. ഞാനിരിപ്പുണ്ട്, കൃഷ്ണദാസ് ഇരിപ്പുണ്ട്, ബിനോയ് ഇരിപ്പുണ്ടായിരുന്നു, ഉണ്ണി ഇരിപ്പുണ്ട്, ഈ ധനേഷ് ഇരിപ്പുണ്ട്. ഞങ്ങൾ ഇത്രയും പേര് ഇരിക്കുമ്പോഴാണ് സംസാരിച്ച് കച്ചവടം ഉറപ്പിക്കുന്നത്. അപ്പോൾ 10 കോടി രൂപ നിങ്ങൾ ശരിയാക്കി കൊണ്ടുപോകാൻ വെക്കുക, ഞാൻ ബാക്കി നിങ്ങൾക്ക് ശരിയാക്കി തരാം. ഈ പറയുന്ന ബിജു രമേശ് പറയുന്ന ബിനോയ് താങ്കൾ തന്നെയാണോ? ബിനോയ് ഞാൻ തന്നെയായിരിക്കാം. ബാബു പണം ചോദിക്കുന്നത് താങ്കൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ഈ കാര്യം നേരത്തെ ഒരു പ്രാവശ്യം ചർച്ച ചെയ്തതാണല്ലോ. നികേഷ് തന്നെ എന്നോട് ഇത് കൃത്യമായി ചോദിച്ചതാണ്. ഞാൻ അന്ന് അതിന്റെ മറുപടി പറഞ്ഞതുമാണ്. അപ്പൊ അത് ഈ ബിജു രമേശ് ഇപ്പൊ പറയുന്നതിനോട് അത് വീണ്ടും അതൊന്നുകൂടെ അന്ന് പറഞ്ഞ മറുപടി തന്നെ ഒന്നുകൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രേ ഉള്ളൂ ബിനോയ്. ബാർ ഉടമകൾ പിരിച്ചെടുത്ത 25 കോടിയിൽ 23.5 കോടി രൂപ, അതായത് 23.5 കോടി രൂപയും നൽകിയത് ബാബുവിനും ബാബു പറഞ്ഞ ആളുകൾക്കുമാണ്. ബാബുവിൻ്റെ നിർദ്ദേശപ്രകാരവും ബാബുവിനുമാണ് 23.5 കോടി രൂപ നൽകിയത് എന്നതാണ് ബിജു രമേശിൻ്റെ ആക്ഷേപം. അവിടെ ബിനോയ് ഉണ്ട്. ബിനോയ്ക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഇന്നലെ എന്തു പറഞ്ഞു എന്നുള്ളത് പ്രസക്തമല്ലതാ. ഇന്നു മുതൽ പുതിയ കഥ തുടങ്ങുകയാണ്. KM മാണി, കേരളത്തിൻ്റെ നിയമമന്ത്രി ആയിരുന്നയാൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് എൻ്റെ കാര്യത്തിൽ ബിജു രമേശിന് ഹിയർസേ മാത്രമേ ഉള്ളൂ, പക്ഷേ ബാബുവിൻ്റെ കാര്യത്തിൽ ബാബുവിന് നേരിട്ട് പണം കൊടുത്തു, ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ നേരിട്ട് പണം കൊടുത്തു എന്നുള്ളതാണ് വിഷയം. ബാബുവിനെതിരെ കേസില്ല, എനിക്ക് മാത്രം കേസ്. എനിക്കെതിരെ വലിയ ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത്. ഈ ബാർ കോഴ ആരോപണം ഏതൊക്കെ വഴിയാണ് നീങ്ങുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാവ് ചില കാര്യങ്ങൾ നമ്മളോട്, മലയാളികളോട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതറിയണം എല്ലാവർക്കും. ഒരിക്കൽ കൂടി ശ്രീ ബിനോയ്, നമ്മൾ ഒന്നുകൂടി തുടങ്ങുകയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ പറയുന്ന 23.5 കോടി രൂപ കൊടുത്തത് ബാബുവിനും ബാബു നിർദ്ദേശിച്ച ആളുകൾക്കുമാണോ? അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതായത് ബിജു രമേശ് ഈ പറയുന്ന എമൗണ്ട് പൈസകളൊക്കെ പിരിച്ചിട്ടുണ്ട്. പൈസ പിരിച്ച് എവിടെ കൊണ്ട് കൊടുത്തു എന്നുള്ള ഒരു കാര്യങ്ങൾ വ്യക്തമായി ഇതുവരെ മനസ്സിലായിട്ടില്ല. ബിജു രമേശ് കുറച്ച് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, വർക്കിംഗ് പ്രസിഡന്റാണ്. അപ്പൊ അദ്ദേഹത്തിന് കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയാമായിരിക്കാം. അതുകൊണ്ടായിരിക്കും പുള്ളി കുറച്ച് ആധികമായിട്ട് പറഞ്ഞത്. പക്ഷെ എനിക്ക് അത്തരത്തിലുള്ള ഒരു വിവരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഒരു പുകമറ സൃഷ്ടിക്കല്ലേ ശ്രീ ബിനോയ്? 25 കോടി രൂപ പിരിച്ചിട്ടുണ്ടോ കഴിഞ്ഞ 4.5 വർഷമായി ബാർ ഹോട്ടൽ ഉടമകൾ? ഇല്ലല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ നികേഷിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ ഒരു എമൗണ്ടിന്റെ കാര്യം പറഞ്ഞല്ലോ. ഞാനത് വിശദീകരിക്കാം. 1-2 ലക്ഷം രൂപ വെച്ച് എല്ലാ ബാർ ഉടമകളിൽ നിന്നും പിരിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ പറയുമ്പോൾ 700 ബാറുകളുണ്ട്. അവൽ 2 ലക്ഷം രൂപ വെച്ചാൽ തന്നെ 14 കോടി രൂപയായി. അപ്പോൾ ബിജു രമേശ് പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ 10 ലക്ഷവും 15 ലക്ഷവും ഒക്കെ പിരിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ചില ആളുകളുടെ കയ്യിൽ നിന്ന് 10ഉം 15ഉം ഒക്കെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ ഈ 15 ലക്ഷം എന്നുള്ളത് 15 കോടി എന്നുള്ളത് 25 കോടി ആകാം. ഞങ്ങളുടെ ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷനിൽ ആകെ കൂടിയുള്ളത് 500 ചില്ലുവാനം മെമ്പേഴ്സേ ഉള്ളൂ. കൂടിപ്പോയ 600 പേര് കാണും. അപ്പം അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് പിരിച്ച കണക്കനുസരിച്ച് ഞാൻ പറഞ്ഞ ഏകദേശം ഒരു 10-12 കോടി രൂപയൊക്കെ വന്ന് കഴിയും. ഇപ്പോഴല്ല, കഴിഞ്ഞ ഒരു വർഷം മുഴുവനായി പിരിച്ച പൈസയുടെ കണക്കിലേക്ക് പോട്ടാ. അതെനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. കൃത്യമായി കിട്ടണം.
ഈ നേതാക്കള് അതിന്റെ കണക്കുകൾ കൃത്യമായി ഇല്ല അതിൽ നിന്ന് മാറിപ്പോകല്ലേ. 10-12 കോടി രൂപ പിരിച്ചിട്ടുണ്ട് കഴിഞ്ഞ, അതായത് 2014 മാർച്ച് മാസത്തിന്റെ ആവശ്യത്തിന് വേണ്ടി. അല്ലല്ല, ഒരിക്കലും അല്ല, അത് ഞാൻ പറഞ്ഞില്ല. 2014 മാർച്ച് മാസത്തിന്റെ ആവശ്യത്തിനല്ല പറഞ്ഞേ. പൈസ പിരിച്ചിട്ടുണ്ട്. ഈ പുറകോട്ടുള്ള കണക്കെടുത്താൽ അധികം നാളെ 2014-15 കാലഘട്ടത്തിൽ പൈസ പിരിച്ചിട്ടുണ്ട്. ആ പൈസ പിരിച്ചേക്കുന്നത് ഈ 10, 12, 13 കോടി രൂപയിൽ വരുമെന്ന് ഞാൻ പറയാൻ തന്നെ കാരണം എനിക്ക് അതിനകത്ത് ഇൻ ആൻഡ് ഔട്ട് എത്ര മെമ്പേഴ്സ്. ശ്രീ ബിജു രമേശ്, ഒന്ന് ശ്രീ ബിനോയിയെ ഓർമ്മിപ്പിക്കൂ. ബിനോയ് ചെറുപ്പമാണ് താങ്കളെക്കാളും എങ്കിൽ തന്നെയും ഓർമ്മയിൽ ചെറിയ 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 വീഴ്ചകൾ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. അതുകൊണ്ട് ഓർമ്മിപ്പിക്കൂ ദയവായി. ആരാ? ബിജു രമേശാ? ഞാൻ പറഞ്ഞത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആദ്യത്തെ 3 വർഷത്തെ കാലയളവിനുള്ളിൽ 25 കോടി രൂപയ്ക്ക് മുകളിൽ പിരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ലാതെ ആ മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെ കണക്കല്ല. ഏപ്രിൽ മാർച്ച് മാസത്തിന്റെ കണക്കിൽ ഏകദേശം ഓരോ ബാർ ഉടമകളിൽ നിന്ന് 2 ലക്ഷം രൂപ വെച്ച് പിരിച്ചിട്ടുണ്ട്. അതിന്റെ വിശദപരം അത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 25 കോടി രൂപയ്ക്ക് 3 വർഷത്തിനുള്ളിൽ 25 കോടി രൂപയ്ക്ക് നമ്മൾ കളക്ഷൻ എടുത്തിട്ടുണ്ട്. ആ കളക്ഷന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ആ മാർച്ച് ഏപ്രിൽ മാസത്തിലെ പിരിവ് ഏകദേശം 12 കോടി രൂപയ്ക്ക് മുകളിലുണ്ട് എന്ന് വിജിലൻസ് തന്നെ കണ്ടെത്തിയിട്ടുമുണ്ട്. വിളിച്ച് ചോദിച്ച ബാറുടമകളെല്ലാം തന്നെ 2 ലക്ഷം രൂപയും 1.5 ലക്ഷം രൂപയൊക്കെ കൊടുത്തതായിട്ട് 300ഓളം ബാറുടമകൾ അതും മൊഴി കൊടുത്തിട്ടുണ്ട് മാർച്ച് മാസത്തിൽ അവരിൽ നിന്ന് പിരിച്ചതായിട്ട്. അപ്പോൾ അത് ആ മാർച്ചിലെ പിരിവ് മാത്രമാണ് വിജിലൻസിന്റെ റെക്കോർഡ്സിലുള്ളത്. ഇത് 3 വർഷത്തിനുള്ളിൽ 25 കോടി രൂപയ്ക്കുള്ള കളക്ഷൻ നടന്നിട്ടുണ്ട്. ബിനോയ് ഒന്നുകൂടി അത് വ്യക്തമാക്കിയാൽ കൊള്ളാം. നികേഷ്, അതിനകത്ത് ബിജു രമേശ് പറയുന്നതിനോട് ഞാൻ അങ്ങനെ തർക്കിക്കുന്നില്ല. കാരണമുണ്ട്, 2 കാരണമുണ്ട്. ഒന്ന്, ഈ മുമ്പോട്ടുള്ള പഴയ കണക്കുകൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുള്ള കണക്കുകളെ പറ്റി ഞാൻ പറഞ്ഞില്ല. ഞാൻ 2014-15 കാലഘട്ടത്തിൽ ഈ കേസിന്റെ ആവശ്യത്തിനായും മറ്റു പല ആവശ്യങ്ങൾക്കായും ഈ അസോസിയേഷൻ പിരിച്ച പൈസയുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. ആ പൈസയും ഈ പൈസയും തമ്മിൽ വ്യത്യാസം ഉണ്ടാകാം. അതൊക്കെ നമുക്ക് പരിശോധിച്ചിരിക്കുന്നു. കണക്കിലേക്ക് നമുക്ക് അതിലൊന്നും തർക്കമില്ലല്ലോ ശ്രീ ബിനോയ്. ഞാൻ ചോദിക്കുന്നത് 2014 മാർച്ച് മാസത്തിലെ ആവശ്യത്തിലേക്കായി, അതായത് ലീഗൽ ഫണ്ട് എന്ന് പിരിച്ച തുക എത്ര എന്നുള്ള ചോദ്യം ബിനോയിയിൽ ഞാൻ ഉയർത്തുകയും ബിനോയ് പറയുന്നത് അത് 10-നും 13-നും 10 കോടിക്കും 13 കോടിക്കും ഇടയിലാണ്. അതെ, റൈറ്റ്. ആയിരിക്കാം. അത് കൃത്യം അതല്ലേ, അതിന്റെ കണക്ക് കിട്ടണമെന്ന് പറഞ്ഞല്ലേ ഞാൻ ഈ വഴക്ക് മുഴുവൻ ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് ബിജു രമേശ് ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോ ആ ആക്ഷേപം അപ്പടി ശരിവെക്കുക എന്നുള്ളത് വേണ്ട, ഒരു കാര്യമില്ല. അങ്ങനെയൊന്നും ആരും ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ശ്രീ ബിനോയ്, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പണം കെ മാണിക്ക് 1 കോടി രൂപ, ഒരു 50 ലക്ഷം രൂപ സെയിൽസ് ടാക്സ് ഇനത്തിലും കൊടുത്തിട്ടുണ്ട്, 1.5 കോടി രൂപ. ബാക്കി 23.5 കോടി രൂപ നൽകിയിരിക്കുന്നത് ബാബുവിനും ബാബു പറഞ്ഞ ആൾക്കുമാണ് എന്നാണ് ബിജു രമേശ് പറയുന്നത്. ശരിയാണോ? അത് ബിജു രമേശിനോട് തന്നെ കൃത്യമായിട്ട് ചോദിക്കണം. അത് എങ്ങനെയൊക്കെയാ കൊടുത്തത്. എനിക്ക് അങ്ങനെ കൃത്യമായ ഒരു കണക്കോ ആർക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് വിവരം കിട്ടിയില്ല. 23.5 കോടി വിട്ടു. ബാബുവിന് പണം കൊടുത്തിട്ടുണ്ടോ? പറഞ്ഞല്ലോ, 23.5 കോടി വിട്ടു. ബാബുവിന് എന്തെങ്കിലും പണം കൊടുത്തിട്ടുണ്ടോ? അത് ഈ ചോദ്യം നേരത്തെ എന്നോട് ചോദിച്ചതാ. അത് ഞാൻ എന്റെ വായ കൊണ്ട് ഇപ്പൊ പറയാൻ തയ്യാറല്ല. ശ്രീ ബിജു രമേശ്, ബിനോയിക്ക് ആ ആനുകൂല്യം നമ്മൾ കൊടുക്കണോ? സത്യം പറയണമെങ്കിൽ പറയാം. അതിപ്പോൾ ബിനോയ്ക്ക് പറയുന്നതിന് പരിമിതികളുണ്ട്. കാര്യം അദ്ദേഹം കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നൊരു വ്യവസായിയാണ്. നിരവധി ഹോട്ടലുകളും കാര്യങ്ങളും ഉണ്ട്. നാളെയും ഹോട്ടലുകൾ നടത്തി കൊണ്ടുപോകണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരെങ്കിലും പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്ന് നികേഷ് പ്രൊട്ടക്ഷൻ കൊടുക്കുമോ? ആര് പ്രൊട്ടക്ഷൻ കൊടുക്കും? ആരും പ്രൊട്ടക്ഷൻ കൊടുക്കില്ല. എൻ്റെ വീട് പൊളിക്കാൻ, കെട്ടിടങ്ങൾ പൊളിക്കാൻ വന്നപ്പോൾ നികേഷ് പോലും എന്നോട് ചോദിച്ചു, ഇതൊക്കെ പൊളിക്കുമെന്നുള്ള കാര്യം നേരത്തെ ആലോചിക്കേണ്ടി ഇരുന്നില്ലേ? ഇതൊക്കെ സംഭവിക്കും, അവരിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നേരത്തെ പ്രതീക്ഷിക്കേണ്ടതെന്ന്. അപ്പോൾ ആ പ്രതീക്ഷകളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ആയിരിക്കാം ബിനോയ് പറയാൻ ഭയപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഈ ഒരു ഈ ഗവൺമെന്റിൽ അധികാരം ഇരിക്കുന്നിടത്തോളം കാലം ഏത് രീതിയിലാണ് അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. രാഷ്ട്രീയ സംഘർഷത്തിൽ എന്റെ തറവാട് കുളം തോണ്ടിയതാണ്, എന്റെ വീട് ഇതേ നിലയിൽ തകർന്നതാണ്. രാഷ്ട്രീയമൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് ഒരിക്കൽ കൂടി ഞാൻ താങ്കളോട് പറയുന്നു, ദയവായി തുടരുക. ശ്രീ ബിനോയ്, ഇവിടെ തറവാട് കുളം തോണ്ടും എന്ന് ബിജു രമേശിനോട് പറഞ്ഞിട്ടുണ്ട് കെ ബാബു തന്നെ, അല്ലെങ്കിൽ കെ ബാബുവിന് വേണ്ടി ബിജു രമേശിന് വേണ്ടി സംസാരിക്കാൻ പോയ ഗോകുലം ഗോപാലനോട് അവൻ എന്നെ തൃപ്പൂണിത്തറയിൽ കള്ളൻ ബാബു ആക്കി, അവനെ തറവാട് കുളം തോണ്ടിയിട്ടേ ഞാൻ അടങ്ങൂ എന്നാണ് കെ ബാബു പറഞ്ഞത്. അക്കാര്യത്തിൽ ഭയമുള്ളത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ താങ്കൾ പേരുകൾ എടുത്തു പറയാത്തത്.
അങ്ങനെയൊന്നുമല്ല. കാരണം ബിജു രമേശിനോട് മാത്രം അറിയത്തുള്ളൂ ഇപ്പൊ ബാബുചേട്ടൻ എന്താണ് പറഞ്ഞത്, അതല്ല എന്താണ് കേട്ടെന്നൊക്കെ. അത് ഇതൊക്കെ ഇന്നാണ് നമ്മളിതൊക്കെ അറിയുന്നത്. എന്റെ നിലപാട് അതൊന്നുമല്ല. എനിക്ക് വ്യക്തമായ നിലപാടുകളും വ്യക്തമായ കണക്കുകളും കാര്യങ്ങളും കിട്ടാതെ ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് 1-2 ആഴ്ചകളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് വരും ദിവസങ്ങളിൽ കിട്ടാനുള്ള ശ്രമം ഞാൻ ആരംഭിച്ചു കഴിഞ്ഞു. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മടിയും ആരെയും ഭയപ്പെടാതെ ഞാൻ ആദ്യം നികേഷിനോട് തന്നെ വന്ന് അവിടെ 9 മണിക്കത്തെ ഒരു എഡിറ്റേഴ്സ് വന്ന് ഞാനത് ഡിസ്ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ദയവായി തുടരുക ശ്രീ ബിനോയ്. അത് അത്രയും നന്ദി താങ്കളോടുണ്ട്. കാരണം ഇവിടെ വന്നാണല്ലോ കാര്യങ്ങൾ പറയുന്നത് എല്ലാവരും. പക്ഷേ ശ്രീ എൻ രാധാകൃഷ്ണൻ, ഇക്കാര്യത്തിൽ ബാബുവിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ബാബു പറയുന്നത് ഈ ബിജു രമേശിനെ വിജിലൻസ് ചോദ്യം ചെയ്തു. ബിജു രമേശിനോട് ചോദിച്ചു, പ്രൈവറ്റ് സെക്രട്ടറിയുടെ 3-4 പടങ്ങൾ എടുത്തു കൊടുത്ത്, പ്രൈവറ്റ് സെക്രട്ടറിയുടെ 3-4 പടങ്ങൾ എടുത്തു വെക്കുന്നു. എന്നിട്ട് പറയുന്നു ഇതിലേതാണ് ബാബുവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി. ബിജു രമേശിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആ കോണിപ്പടി എങ്ങനെയാണ് ബിജു രമേശിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവിടെ പിന്നെ നിന്നു എന്ന് പറയുന്ന ഒരു സ്ഥലം എങ്ങനെയാണ്, അതും ബിജു രമേശ്. അപ്പോൾ ഈ ബിജു രമേശ് കള്ളം പറയുകയാണ്. അല്ല, ഇപ്പോൾ ഈ ബാബുവിൻ്റെ പ്രസ്താവന ഇപ്പോൾ ഞാനത് കേട്ടു. ഈ സുരേഷ് പൈ എന്ന് പറയുന്ന ആള്, സുരേഷ് പൈയെ തിരിച്ചറിയുന്നില്ല, അദ്ദേഹത്തിന് ഫോട്ടോ കാണിച്ചു. ഇതെങ്ങനെ ബാബു അറിഞ്ഞു? ഈ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രി ബാബു ഈ വിഷയം എങ്ങനെ അറിഞ്ഞു? ഈ വിജിലൻസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് SP നടത്തിയിട്ടുള്ള ഒരു അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകൾ ബാബുവിന് എങ്ങനെ കിട്ടി? ബാബു മന്ത്രിയല്ല. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയത് 1 കോടി കട്ട ആൾ പുറത്ത്, 10 കോടി കട്ടു എന്ന് പറയുന്ന ആൾ അകത്ത്. ഈ ഇതിനെ സംബന്ധിച്ച് അന്വേഷണം വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രീമാൻ, ഞാൻ മനസ്സിലാക്കി ഈ ബിജു രമേശ് ആദ്യം ആവശ്യപ്പെട്ട സമയത്ത് KM മാണിക്കെതിരായി ആക്ഷേപം ഉന്നയിക്കുന്നു, ബാബുവിനെതിരായി ആക്ഷേപം ഉന്നയിക്കുന്നു. ഒന്ന് തിരുവനന്തപുരം വിജിലൻസ് SP അന്വേഷിക്കുന്നു, ഒന്ന് എറണാകുളം വിജിലൻസ് SP അന്വേഷിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ബാബുവിൻ്റെ അന്വേഷണം എറണാകുളം വിജിലൻസ് SP അന്വേഷിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായി? ആ സാഹചര്യത്തിലേക്ക് പോകുമ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ പങ്കും കൂടി പരിശോധിക്കേണ്ടി വരുന്നത്. കാരണം ബാബുവിനെ രക്ഷിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി. ഇപ്പം നികേഷ് ജി ചോദിച്ച ഈ ചോദ്യം ഞാൻ എൻ്റെ മനസ്സിൽ കഴിഞ്ഞ് കൊണ്ടെടുക്കുകയാണ്. കാരണം ഈ ഫോട്ടോ കാണിച്ചു എന്ന് പറയുന്നു, ആ പരിസര പ്രദേശങ്ങൾ പരിചയമില്ല എന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് പറയാൻ എങ്ങനെ വിജിലൻസ് SP, എങ്ങനെ ഈ മന്ത്രി ബാബുവിനെ അറിയിച്ചു? നമ്മളാരും അറിഞ്ഞില്ലല്ലോ, നിങ്ങളാരും അറിഞ്ഞില്ല, മാധ്യമപ്രവർത്തകർ അറിഞ്ഞില്ല, പുറംലോകം അറിയുന്നില്ല. ബാബു എങ്ങനെ ഈ വിഷയത്തിൽ അറിയാനുള്ള സാഹചര്യമുണ്ടായി? 1. 2, ഈ ബിജു രമേശ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയുള്ള ചില സംഭവങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു KM മാണിക്കെതിരായിട്ടുള്ള അന്വേഷണത്തെ സംബന്ധിച്ച് ഏതാണ്ട് 3-4 മണിക്കൂറോളം അദ്ദേഹത്തെ ചർച്ച നടത്തി. ആ ചർച്ച നടത്തി പോകാൻ കാലത്ത് ചോദിച്ചു ബാബുവിനെക്കുറിച്ച് 5 മിനിറ്റ് ചോദിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു എന്നാണ്. ബാബുവിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ ആയില്ല എന്നാണ്. അതെന്താണെന്നാണ് പരിശോധിക്കപ്പെടേണ്ടത്. കാരണം ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ബാബുവാണ് നേരിട്ട് പണം കൊടുത്തത് എന്ന് ബിജു രമേശ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ആക്ഷേപം ശ്രീ ബിജു രമേശ് താങ്കൾക്കുണ്ടോ? ബാബുവിനെതിരായ ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ ഒരു അന്വേഷണം എന്ന നിലയിൽ കാട്ടിക്കൂട്ടി ചിലത്, KM മാണിക്കെതിരെ വന്നപ്പോൾ FIR, അതിൻ്റെ ക്വിക്ക് വെരിഫിക്കേഷൻ, FIR, അതിൻ്റെ മുകളിൽ കൂലങ്കഷമായ അന്വേഷണം, അതിൻ്റെ മുകളിൽ മറ്റ് നടപടികൾ, ആ നിലയിൽ ഇരട്ട നീതി എന്നത് എൻ്റെ വാക്കല്ല, ഇന്ന് ശ്രീ KM മാണി ഉപയോഗിച്ച വാക്കാണ്. ഇരട്ട നീതി ഉണ്ടായിട്ടുണ്ടോ ഈ അന്വേഷണത്തിൽ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഞാനത് പരാതി മൂലം DGPക്ക് കൊടുക്കുകയും ചെയ്തു. ആ സമീപകാലത്തുള്ള ചാനലുകളിൽ തന്നെ പറയുകയും ചെയ്തതാണ്. ഇത് അന്വേഷണം തൃപ്തികരമല്ല. എന്നോട് വിളിച്ച് ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആന്റണി എന്ന് പറഞ്ഞ SP കണ്ടു. അപ്പോൾ പറഞ്ഞ് ഒരു പോലീസുകാരനെ കൂട്ടി വേറെ മുറിയിലേക്ക് വിട്ടു. അവിടെ രമേശ് എന്ന് പറഞ്ഞ DYSP മാത്രമേ ഇരിപ്പുള്ളൂ. അദ്ദേഹത്തെ മുറിയുടെ വാതിൽ എണീറ്റ് നിന്ന് വാതിൽ കുറ്റിയിട്ട് എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാനും അദ്ദേഹം മാത്രമേ ഉള്ളൂ. അതേസമയത്ത് മറ്റ് വിജിലൻസുകളിലൊക്കെ ക്വിക്ക് വെരിഫിക്കേഷൻ പോയപ്പോഴും അത് കഴിഞ്ഞുള്ള വെരിഫിക്കേഷൻ എപ്പോഴും 5-6 ഉദ്യോഗസ്ഥർ ആ ചോദ്യം ചോദിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഇത് ഇദ്ദേഹം എന്നോട് പറഞ്ഞു, നോക്കിയാൽ 2 ദിവസം എറണാകുളം നിൽക്കേണ്ടി വരുന്ന ഡീറ്റെയിൽ ആയിട്ട് മൊഴി എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സഹകരിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ കുറച്ച് മൊഴി എടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ ഊണ് കഴിക്കാൻ വിട്ടു. തിരിച്ചു വന്നതിന് ശേഷം പറഞ്ഞു കൂടുതലായിട്ടൊന്നും എടുക്കണ്ട എന്നാണ് മുകളിൽ നിന്ന് നിർദ്ദേശം വന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ചു സാറിനോട് ആര് പറഞ്ഞു? ജേക്കബ് തോമസ് സാറാണോ പറഞ്ഞത്? അപ്പോൾ എറണാകുളം തൊട്ടുള്ള അന്വേഷണത്തിൻ്റെ ചുമതല ജേക്കബ് തോമസ് സാറായതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, വിൻസെന്റ് പോൾ സാർ വിളിച്ച് പറഞ്ഞായിരുന്നു അത് കൂടുതലായി അന്വേഷിക്കേണ്ട, മാണി സാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രം നിങ്ങൾ ചോദിച്ചാൽ മതി, അതിൽ ഞാൻ പറഞ്ഞത് മാത്രം ചോദിച്ചാൽ മതി, മറ്റ് വിവരങ്ങളിലേക്ക് കടക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ മാണി സാറിൻ്റെ 164 കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് മാത്രം ചോദിച്ച് മറ്റു വിഷയങ്ങൾ കടക്കണ്ട എന്ന് പറയുമ്പോൾ ഞാൻ പറയും എനിക്ക് പറയാനുള്ളത് പറയാതെ സാർ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഒപ്പിട്ട് തരില്ല, ഞാൻ സഹകരിച്ചില്ല എന്ന് എന്ത് വേണമെങ്കിലും സാറിന് തീരുമാനിക്കാമെന്ന് പറഞ്ഞു.
അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് എന്താ പറയേണ്ടത്? ഞാൻ പറഞ്ഞു ഞാൻ ബാബുവിന് പൈസ കൊണ്ടുപോയി കൊടുത്ത് ഇവരും കൂടി സാർ അതിനകത്ത് രേഖപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒപ്പിടില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് എങ്കിൽ അതുകൂടെ മാത്രമേ ഞാൻ എഴുതുള്ളൂ. ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പരാതി ബോധിപ്പിച്ചുള്ളൂ, നിങ്ങൾ DGPക്ക് കൊടുക്കുകയോ നിങ്ങൾ കോടതിയിൽ പോവുക അല്ലെങ്കിൽ മറ്റു പരാതിയായിട്ട് കൊടുത്തോളൂ, ഞാൻ എഴുതണ്ടെന്ന് എനിക്ക് മുകളിൽ നിന്ന് പറയുന്നത് മാത്രമേ എനിക്ക് എഴുതാൻ കഴിയുള്ളൂ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്റ്റെയർ കേസിന്റെ കളറും ഇതും സുരേഷ് പൈയുടെ ഫോട്ടോ ഒന്നും എന്നെ കാണിച്ചിട്ടില്ല. ഈ പറഞ്ഞ കാര്യം സത്യമാണ്, പക്ഷേ കാണിച്ചത് എന്നെ അല്ല, എൻ്റെ മാനേജറെ വിളിച്ച് വരുത്തിയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ വിചിത്രമാണ്. നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ പോകുമ്പോൾ ആ സ്റ്റെയർ കേസ് തടിയിലാണോ, മാർബിളാണോ, ഗ്രാനൈറ്റ് ആണോ, എന്ത് കാർപ്പറ്റാണോ, എന്തായിരുന്നു ആ സ്റ്റെയർ കേസിൽ ഉപയോഗിച്ചിരുന്നത്? കെ ബാബുവിൻ്റെ മുറിയിലുള്ള ഫ്ലോറിംഗ് എന്താണ്, അത് അതിൻ്റെ നിറം എന്താണ്, അവിടെ നിങ്ങൾ ആ പോകുന്ന ദിവസം നിങ്ങൾ ധരിച്ചിരുന്ന ഷർട്ടിൻ്റെ നിറം എന്താണ്, സുരേഷ് പൈ ഇട്ടിരുന്ന ഷർട്ടിൻ്റെ നിറം എന്താണ്? ഇതൊക്കെയായിരുന്നു ശ്രീ അന്വേഷണ ഉദ്യോഗസ്ഥൻ എൻ്റെ മാനേജറോട് ചോദിച്ചത്. ആ ചോദ്യം ബാബു പ്രിപ്പയർ ചെയ്ത് കൊടുത്തത് കൊണ്ടായിരിക്കാം ബാബുവിന് ആ ചോദ്യം എന്നോട് ചോദിച്ചു എന്ന് ധരിച്ചത്. എന്നോട് ഒരു ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ബാക്കിയുള്ളവ എഴുതാൻ അവർ വിസമ്മതിച്ചു. ബാബുവിൻ്റെ സ്വത്തുവിവരങ്ങളെ കുറിച്ച് പറയാൻ പോയപ്പോൾ അതൊക്കെ നിങ്ങൾ വേറെ പരാതിയായിട്ട് നൽകിക്കൊള്ളൂ, എനിക്കതൊന്നും അന്വേഷിക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതും കൂടി എഴുതുന്നു, നിങ്ങൾ പൈസ കൊണ്ടുപോയി കൊടുത്ത കാര്യം മാത്രമേ ഞാൻ എഴുതുന്നു, അത് ഇനി കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എഴുതി പേപ്പറിൻ്റെ ഒപ്പിടാനായിട്ട് പറഞ്ഞു തന്നു. ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ട് ഇറങ്ങിപ്പോരുകയും ചെയ്തു. ഇതിനെതിരെ ഞാൻ പരാതി DGPക്ക് നൽകുകയും ചെയ്തു. പക്ഷേ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് എന്നെ വിളിക്കുകയോ രാധാകൃഷ്ണ ചോദ്യം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പിന്നെ ശ്രീ ബിജു രമേശ് ഇവിടെ നിൽക്കൂ. ശ്രീ ബിജു രമേശ്, ഇവിടെ 2-3 പേരുകളുണ്ട്. വെറും ബാബു മാത്രമല്ല, രമേശ് ചെന്നിത്തലയുടെ പേര്, VS ശിവകുമാറിൻ്റെ പേര്, അതിനൊപ്പം ബാബുവും ഉണ്ടായിരുന്നു. എക്സൈസ് മന്ത്രി എന്നുള്ള നിലയിൽ താങ്കൾ പറഞ്ഞതുപോലെ ബാബുവിനും ബാബു നിർദ്ദേശിക്കുന്ന ആളുകൾക്കുമായിരിക്കും പണം കൊടുത്തിട്ട് കൂടുതലായി പണം കൊടുത്തിട്ടുണ്ടാവുക. ഇത് ഓരോ ഘട്ടത്തിൽ ഓരോ ഡിലീഷനാണ് സംഭവിക്കുന്നത്. ആദ്യം മാണിക്ക് വേണ്ടി ബാക്കി 3 പേരെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ കെ ബാബുവിൽ എത്തിക്കാൻ വേണ്ടി ബാക്കി 2 പേരെ കട്ട് ചെയ്ത് കളയുന്നു. ഇപ്പോൾ കെ ബാബുവും കൂടി ഇതിനകത്ത് പെടുകയാണെങ്കിൽ അടുത്ത ആളെ കൂട്ടി. ഇതാണോ അവസ്ഥ? നിങ്ങൾ പണം കൊടുത്തിട്ടുണ്ട്, അതിന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിയിട്ടില്ല, നിങ്ങൾ സാധാരണഗതിയിൽ അവരെ നിയമത്തിന് കൊണ്ടുവരണമെന്ന ഒരു ധാർമ്മിക ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് തുടക്കത്തിൽ തന്നെയും ആ പ്രശ്നത്തിൽ ഒരു പരിഹാരം കണ്ടെത്തുകയും ഒക്കെ വേണ്ടിയിരുന്നില്ലേ? അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പാകെ ഇവരെ എത്തിക്കുകയും വേണ്ടിയിരുന്നില്ലേ? അല്ല, പ്രതിഫലം കിട്ടിയില്ല അവർക്ക്. 30 ലക്ഷത്തിൽ നിന്ന് 23 ലക്ഷമായിട്ട് ലൈസൻസ് കട്ട് ചെയ്ത് 15 കോടി രൂപ ഈ അബ്കാരി മുതലാളിമാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഉമ്മൻചാണ്ടി അറിയാതിരുന്നതാണോ? അതാണ് 23.5 കോടിയുടെ കണക്ക് പറയുന്നത്. ആ പണം അവർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് ലൈസൻസ് കുറച്ച് കിട്ടിയിട്ടുണ്ടല്ലോ. നിൽക്കൂ ബിജു രമേശ്. ഇല്ല, ലൈസൻസിൽ കുറച്ച് തന്നായിരുന്നു. കാര്യം 30 ബാബു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞെങ്കിലും പ്രീ ബഡ്ജറ്റിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ പ്രപ്പോസൽ 25 കോടിയാക്കി ബാബു മാറ്റി എന്ന് പറഞ്ഞു. ആ 25 ലക്ഷമായിരുന്നു. ആ 25 ലക്ഷം രൂപ ബാബു പിന്നെ 23 ആക്കി തന്നു. 23 ആക്കിയപ്പോഴത്തേക്ക് ഏകദേശം 750ഓളം ബാറുകളുള്ള സ്ഥിതിക്ക് 15 കോടി രൂപ ആ ഇനത്തിൽ തന്നെ സർക്കാരിന് ഖജനാവിൽ പൈസ കുറവുകയും ചെയ്തു, ബാറുകാർക്ക് ആ പൈസ മെച്ചം കിട്ടുകയും ചെയ്തു. അപ്പം മൊത്തത്തിൽ ഞങ്ങളുടെ കണക്കനുസരിച്ച് 7 ലക്ഷം രൂപ ഒരു ബാറിന് ബാബു കുറച്ച് തന്നെയാണ്. പക്ഷേ പ്രീ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നേക്കാളും തന്നെ കാര്യം, അല്ലെങ്കിൽ വെറുതെ പറയുന്നെന്ന് പറയും, പ്രീ ബഡ്ജറ്റിലെ റെക്കോർഡിൽ കാണാം 25 ലക്ഷം രൂപ ലൈസൻസ് ഫീ വർദ്ധിപ്പിക്കുന്നതിലേക്ക് വേണ്ടി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ശുപാർശ ചെയ്തിരിക്കുന്നതിനാണ് 23 ആക്കി ബാബു കുറച്ച് തന്നത്. അപ്പോൾ ആ വർഷത്തിൽ ഞങ്ങൾക്ക് 2 ലക്ഷം കുറച്ച് കിട്ടി. തുടരുക, അതൊരു പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ശ്രീ ബിനോയ്, താങ്കൾക്ക് അക്കാര്യത്തിൽ മറുപടി പറയാൻ കഴിയും എന്ന് കരുതുന്നു. കാരണം ഇവിടെ ബിജു രമേശ് തന്നെ പല ഘട്ടത്തിലും ആരോപിച്ചത് ബാബുവിന് വേണ്ടി ബാർ ഉടമകളിൽ നിന്ന് പണം വാങ്ങിയത് ബിനോയ് ആണ് എന്നാണ്. അതിനൊരു കണക്കുമുണ്ട്. അതായത് ബാറുകൾക്ക് എത്രയാ ശ്രീ ബിജു രമേശ്? ബാറുകൾക്ക് എത്ര, ബിയർ വൈൻ പാർലറുകൾക്ക് എത്ര? ബാറുകൾക്ക് 20, ബിയർ വൈൻ പാർലർക്ക് 10 ലക്ഷം രൂപ. എത്ര? ബിയർ ആൻഡ് വൈനിന് 10 ലക്ഷം രൂപ. ബാറിന് ഈ 15ഉം 20ഉം കൊടുത്തവർ പറഞ്ഞിട്ടുണ്ട്. 20 ലക്ഷം രൂപ ബാറിനും 10 ലക്ഷം രൂപ ബിയർ വൈനും യഥാർത്ഥത്തിൽ ബിനോയിയാണ് ഏൽപ്പിച്ചുകൊണ്ടിരുന്നത്. കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖ് ടെലിഫോൺ ലൈനിലുണ്ട്. ടി സിദ്ദിഖ്, ഇന്ന് കെ മാണി അല്പം മുമ്പ് പറഞ്ഞത്
എനിക്കെതിരെ ബിജു രമേശിന് ഹിയർസേ ആയിരുന്നു, മറ്റാരോ പണം കൊടുത്തു എന്നുള്ളത് ബിജു രമേശിനെ സംബന്ധിച്ചിടത്തോളം ഹിയർസേ ആയിരുന്നു. പക്ഷേ കെ ബാബു ഡിമാൻഡ് ചെയ്തത് പ്രകാരം ബിജു രമേശ് നേരിട്ട് അദ്ദേഹത്തിൻ്റെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ ചെന്ന് പണം കൊടുക്കുകയായിരുന്നു എന്ന്. അത് ബിജു രമേശ് വിജിലൻസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാത്തത് എന്താണ് എന്ന് അവരോട് ചോദിക്കണം എന്ന്. ശ്രീ ടി സിദ്ദീഖ്, താങ്കളൊരു കോൺഗ്രസ്സുകാരനാണല്ലോ, എന്തുകൊണ്ടാണ് കെ ബാബു എന്ന കോൺഗ്രസ്സുകാരനെതിരെ ഒരു നീതിയും കേരള കോൺഗ്രസ്സുകാരനായ കെ മാണിക്കെതിരെ മറ്റൊരു നീതിയും? ഇതില് പിന്നെ കൃത്യമായി പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ശ്രീ ബിജു രമേശ് 164 സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 2 അദ്ദേഹം കൊടുത്തിട്ടുള്ളതായ നിർണായകമായ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ബാർ കോഴ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ അദ്ദേഹത്തിന്റെ 164 സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം ഒരിടത്ത് പോലും ശ്രീ കെ ബാബുവിന് പണം നൽകി എന്ന് പറഞ്ഞിട്ടില്ല. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ബാബു പറഞ്ഞതായിരിക്കുന്ന ഇടങ്ങളിൽ കൊണ്ടുപോയി പണം കൊടുത്തു എന്നാണ്. അതിന് മുമ്പത്തെ 161 സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം ശ്രീ കെ ബാബുവിന് പണം നൽകി എന്ന് പറഞ്ഞിട്ടില്ല. 6 മെയ് 2015 അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, പത്രക്കാരോട് പറഞ്ഞിട്ടുള്ളത്, ഞാൻ കെ ബാബുവിന്റെ ഓഫീസിലുള്ളതായിരിക്കുന്ന പ്രൈവറ്റ് സെക്രട്ടറി സുരേഷ് കുമാറിന്റെ കൈവശം 50 ലക്ഷവും വീട്ടിൽ 50 ലക്ഷവും നൽകി എന്നാണ്. 2015 മാർച്ച് 30 അദ്ദേഹം പറഞ്ഞത്, പത്രക്കാരോട് പറഞ്ഞത്, ബിജുവിന് നേരിട്ട് ശ്രീ കെ ബാബുവിന് പണം നൽകിയതായി ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇത്തരം വൈരുദ്ധ്യമുള്ള സ്റ്റേറ്റ്മെന്റുകൾ പല തവണ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ശ്രീ ബിജു രമേശ്. ബിജു രമേശ് അദ്ദേഹത്തിന്റെ കേസിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട സാക്ഷി റസീഫ് മുഹമ്മദാണ്. ആ റസീഫ് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി തിരുവനന്തപുരത്തെ ട്രിവാൻഡ്രം ക്ലബിൽ അദ്ദേഹത്തിന് അംഗത്വം കിട്ടാൻ വേണ്ടി അവിടുത്തെ വൈസ് ചാൻസലറുടെ ഒപ്പും സീലും വ്യാജമായി ഉണ്ടാക്കിയതായിരിക്കുന്ന റസീഫ് മുഹമ്മദാണ് അദ്ദേഹത്തിന്റെ സാക്ഷി. ബിജു രമേശ് 9 ബാർ ശ്രീ കെ ബാബുവിന്റെയും UDFന്റെയും നയം മൂലം പൂട്ടിപ്പോയ വ്യക്തിയാണ് ശ്രീ ബിജു രമേശ്. ഒരു ദിവസം 15 ലക്ഷം രൂപ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്ന ബിജു രമേശിന് നയാ പൈസ കിട്ടാതെയായപ്പം അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ കൂടെ ചേർന്നുകൊണ്ട് രാഷ്ട്രീയപരമായി അദ്ദേഹം ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചനയുടെ തെളിവും ശ്രീ കെ ബാബു പൊതുസമൂഹത്തിന് മുമ്പിൽ നൽകിയിട്ടുണ്ട്. 2015 മാർച്ച് മാസം 10-ാം തീയതി എറണാകുളത്തെ ഗോകുലം പാർക്കിൽ ബിജു രമേശിന്റെ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ ബിജു പറഞ്ഞിട്ടുള്ളത്, ഈ ഗവൺമെന്റിലെ കൂടുതൽ മന്ത്രിമാർക്കെതിരായി ആരോപണം പറയാനും ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനും ശ്രീ കോടിയേരി പിണറായി അടക്കമുള്ള ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അവരുടെ പിന്തുണയുണ്ട്. അത് നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാറുകൾ തുറക്കും, വിദേശ മദ്യം തുറക്കും, അതാണ് കരാർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന മൊത്തം പകുതി സത്യവും പകുതി അസത്യവുമാണ് പറയുന്നത്. ഒന്നുകിൽ പറയുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് പറയണ്ടേ. ഞാൻ എവിടെയാ പറയാത്ത കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ബാബുവിന്റെ വീട്ടിൽ പൈസ കൊണ്ടുപോയി കൊടുത്തെന്ന് എവിടെയെങ്കിലും ഞാൻ പറഞ്ഞായിട്ട് സ്ഥാപിക്കെങ്കിൽ ഈ പറഞ്ഞ ആരോപണങ്ങൾ പ്രധാനപ്പെട്ട കണ്ടന്റ് അതല്ല. 164 താങ്കൾ പറഞ്ഞില്ല. 161 ഞാൻ ബിജു രമേശ് ബിജു രമേശ് നിങ്ങൾ ബാർ ലൈസൻസ് സിദ്ദിഖ് ബഹളം ഉണ്ടാക്കല്ലേ. താങ്കൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞു, അതിന് മറുപടി പറയട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം മടങ്ങിയെത്താം. പറയൂ ബിജു രമേശ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് സിദ്ദിഖ് പറഞ്ഞത്. ബാർ ലൈസൻസ് ഫീ കുറച്ചു തരുന്നതിന് വേണ്ടി അതിന്റെ തുക 23 ലക്ഷം രൂപ ആക്കി മാറ്റുന്നതിലേക്ക് വേണ്ടി പ്രീ ബഡ്ജറ്റിൽ 25 ലക്ഷം രൂപയാണ്, അത് 23 ആക്കുന്നതിലേക്ക് വേണ്ടി ഞങ്ങളോട് 10 കോടി രൂപ ആവശ്യപ്പെട്ടുവെന്നും അതനുസരിച്ച് ബാബു പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ആ പൈസ എത്തിച്ചിട്ടുണ്ടെന്നുമാണ് അതിൽ പറയുന്നത്. ഇവിടെ സിദ്ദിഖ് ഉന്നയിക്കുന്ന ചോദ്യം ഇതാണ്, 164ലും പിന്നീട് 161ലും ബിജു രമേശ് ബാബുവിന് പണം കൊടുത്ത കാര്യം പറയുന്നില്ല, എന്തുകൊണ്ട് എന്നുള്ളതാണ്. 161 എന്താണെന്ന് എനിക്ക് മനസ്സിലല്ല. ഞാൻ കോടതിയിൽ മാണി സാറിന്റെ 164 കോടതിയിൽ കൊടുക്കുന്ന മൊഴി, 161 പോലീസിന് കൊടുക്കുന്ന മൊഴി പറഞ്ഞിട്ടില്ല. പറയൂ. പോലീസിന് കൊടുക്കുന്ന മൊഴിയിൽ കോടതിയിൽ കൊടുത്ത മൊഴിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ലൈസൻസ് കുറച്ചു തരുന്നതിന് വേണ്ടി. എന്താണ് ബിജു രമേശ്?
ബിജു എന്റെ രമേശ്. സുഹൃത്തെ, ഞാൻ താങ്കളോട് വാദിക്കാനായിട്ട് ഞാൻ താങ്കൾ പറയുന്നതിന് മറുപടി ഞാൻ ജനങ്ങളോടും നികേഷിനോടുമാണ് മറുപടി പറയുന്നത്. ഇതുപോലുള്ള ഈ കോൺഗ്രസിന്റെ ബാബുവിന്റെ രക്ഷകരോട് മറുപടി പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ പറഞ്ഞതിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി ഞാൻ നാളെ റിപ്പോർട്ടർ ടിവിക്ക് തരാം. അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്, ബാബു ഈ 25 ലക്ഷം രൂപയിൽ നിന്ന് 23 ആക്കുന്നതിലേക്ക് വേണ്ടി 10 കോടി രൂപ ഡിമാൻഡ് ചെയ്തെന്നും അത് ബാബു പറഞ്ഞ സ്ഥലങ്ങളിൽ എത്തിച്ചിട്ടുണ്ടെന്നും ആണ് 164 സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഈ പറയപ്പെടുന്ന ഈ വിജിലൻസ് ഡിവൈഎസ്പിയോട് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു, അത് ബാബു ആവശ്യപ്പെട്ടതനുസരിച്ച് അതിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള തുക ഞങ്ങളുടെ ഓഫീസിൽ അസോസിയേഷൻ എത്തിക്കുകയും അതിൽ 50 ലക്ഷം രൂപ ഞാൻ തന്നെയാണ് നേരിട്ട് ബാബുവിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തതെന്നും സ്റ്റേറ്റ്മെന്റ് വിജിലൻസിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പകർപ്പും എൻ്റെ കയ്യിലുണ്ട്. ശരി, സിദ്ദിഖ്, ഇത്രേ അതിനകത്തുനിന്ന് ഞാൻ എടുക്കുന്നുള്ളൂ. ബിജു രമേശ് ഏതൊക്കെ മൊഴികളിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതിനപ്പുറത്തേക്ക് ബിജു രമേശ് ബാബുവിന് പണം കൊടുത്തു എന്നുള്ളത് വിജിലൻസിന് നൽകിയ മൊഴിയുടെ പകർപ്പ് ബിജു രമേശ് തരാൻ തയ്യാറാണ്. അല്ല, ബിജു രമേശ് ഹാജരാക്കട്ടെ. കെ ബാബുവിന് പണം നൽകി എന്ന് അദ്ദേഹം 161 പറഞ്ഞിട്ടില്ല, 164 പറഞ്ഞിട്ടില്ല. പിന്നീട് അദ്ദേഹം അത് 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞ് പുറത്ത് പത്രക്കാരെടുത്ത് വന്നപ്പോ അവിടെയും അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിന്റെ കോപ്പി കിടക്കുക. പ്രതിപക്ഷവുമായി ഗൂഢാലോചന നടത്തിയില്ല ബിജു രമേശ് എന്ന് പറയുന്ന പത്രത്തിന്റെ കോപ്പി കിടക്കുക. ബാബുവിന് പണം നൽകിയെന്ന് പറഞ്ഞിട്ടില്ല ബിജു രമേശ്. ഇതടക്കമുള്ള പത്രത്തിന്റെ കോപ്പിയും എന്റെ അടുത്ത് 164 കോപ്പിയും 161 കോപ്പിയും എന്റെ കയ്യിലുണ്ട്. അല്ലല്ല, ബിജു രമേശ് തിരുവനന്തപുരത്ത് വിജിലൻസിൽ ഹാജരായി മൊഴി നൽകിയതിന് ശേഷം പുറത്ത് വെച്ച് മാധ്യമപ്രവർത്തകരോട് പറയുന്നതിന് സൗണ്ട് ബൈറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അവിടെ ബാബുവിനെ മാത്രമാണ് ഊന്നിയത് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ സമ്മതിക്കാം. മറ്റ് മന്ത്രിമാരെ കുറിച്ചൊന്നും പറയുന്നില്ല. അതായത് കെ മാണിയിലും ബാബുവിലും മാത്രമായി ഊന്നി. എന്നാൽ ആരോപണ വിധേയരായ മറ്റ് രണ്ട് മന്ത്രിമാരുണ്ട്, അവരുടെ പേര് പറഞ്ഞില്ല. പക്ഷെ ബാബുവിൻ്റെ പേര് വിജിലൻസിൽ മൊഴി നൽകിയതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് തന്നെ പറഞ്ഞിരുന്നു. വിജിലൻസിൽ നൽകിയ മൊഴിയുടെ പകർപ്പ് തൻ്റെ കയ്യിലുണ്ടെന്ന് ബിജു രമേശും പറയുന്നു. സിദ്ദിഖ്, ഇതില് എന്റെ കയ്യിൽ അദ്ദേഹം കൊടുത്ത 161 കോപ്പിയുണ്ട്, 164 കോപ്പിയുണ്ട്. ഞാൻ ബിജു രമേശിനോട് ചോദിക്കുന്നു, 161 സ്റ്റേറ്റ്മെന്റിൽ ശ്രീ കെ ബാബുവിന് പണം നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 161 സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പോലീസിന് നിങ്ങൾ നൽകിയ മൊഴി. 2, 164 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കോടതിയിൽ നൽകിയതായിരിക്കുന്ന മൊഴിയിൽ ശ്രീ കെ ബാബു ആ ഘട്ടത്തിൽ ബിജു രമേശ് പറഞ്ഞതായി എനിക്ക് ഓർമ്മയുള്ളത്, ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ കാടടച്ചു പറയുന്നതിന് പകരം മാണിക്കെതിരായ ആരോപണം നിലനിൽക്കാൻ വേണ്ടി മാണിക്കെതിരെ മാത്രം പറയുകയും പിന്നീട് ബാബുവിനെതിരായ ആരോപണം പറയുന്ന ഘട്ടത്തിൽ ബാബുവിനെതിരെ മാത്രമായി പറയുകയും ചെയ്തു എന്ന് ബിജു രമേശ് അന്ന് പറഞ്ഞതായി എൻ്റെ ഓർമ്മയിലുണ്ട്. മാത്രമല്ല, വിജിലൻസിൽ മൊഴി നൽകിയതിന് ശേഷം പുറത്തെത്തിയതിന് ശേഷം ബിജു രമേശ് ബാബുവിൻ്റെ പേര് ഊന്നി പറഞ്ഞതും ഞാൻ ഓർക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ആ വിഷയത്തിൽ ഓർക്കുന്നത്. ഇതില് കെ ബാബുവിന് പണം നൽകി എന്ന് ഒരിടത്ത് പോലും ബിജു രമേശ് പറഞ്ഞിട്ടില്ല. ബിജു രമേശ് 164 സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഞാനിപ്പോ ഇവിടെ വെച്ചുകൊണ്ട് നിങ്ങളെ മുമ്പിൽ വായിക്കാം. 164 സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന കാര്യം. 164 അദ്ദേഹം പറഞ്ഞത് ബാർ അസോസിയേഷന്റെ ഉടമകളായിട്ടുള്ള മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ശ്രീ രാജ്കുമാർ ഉണ്ണി, MD ധനേഷ്, വൈസ് പ്രസിഡന്റായ കൃഷ്ണദാസ് എന്നിവരെ ഏൽപ്പിച്ചതായിരിക്കുന്ന തുക മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പല സ്ഥലങ്ങളിലായി എത്തിച്ചതായി എന്നോടും മറ്റു ഭാരവാഹികളോടും മീറ്റിംഗിൽ പറഞ്ഞു എന്നാണ് ശ്രീ ബിജു രമേശിന്റെ 164 സ്റ്റേറ്റ്മെന്റ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 2 കൊടുത്ത മൊഴി. ഇന്ന് ശ്രീ ബിജു രമേശ് പറഞ്ഞതും മുമ്പേ അദ്ദേഹം ഒരു തവണ മാറ്റി പറഞ്ഞതും കെ ബാബുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് പണം കൊടുത്തു, ബാബുവിന്റെ വീട്ടിൽ പണം കൊടുത്തു എന്നാണ്. ഇവിടെ പറഞ്ഞതും അതും തമ്മിൽ വ്യത്യാസമുണ്ട്. രാജ്യമാനം മാറ്റി പറഞ്ഞു LDFുമായി ചേർന്ന് ഈ ഗവൺമെന്റ് അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തുക. 9 ബാറിന്റെ ഉടമയായിരുന്നു ബിജു രമേശ്. ഇപ്പൊ ഒരു ബാറുമില്ല, എല്ലാം കഴിഞ്ഞു, ഗൂഢാലോചനയാ. വിദേശ മദ്യം അനുവദിക്കാം, അതാണ് ചർച്ച. ബിജു രമേശിന്റെ മറുപടിക്കാണ് കാത്തിരിക്കുന്നത്. ഈ കൂലിക്ക് വന്നതിന് സംസാരിക്കുന്നവരോട്
പ്രിയപ്പെട്ട നികേഷ്, എനിക്ക് ഇതുപോലുള്ളവരോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നികേഷ് എന്നോട് ചോദിക്കും, ഞാൻ മറുപടി പറയാം. ഈ അർത്ഥമില്ല, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ബാബുവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഞാൻ ബാബുവിൻ്റെ വീട്ടിൽ പോയിട്ടുമില്ല, പൈസ കൊടുത്തിട്ടുമില്ല. ബാബുവിൻ്റെ അച്ഛനും അമ്മമാരെ മരിച്ച സമയത്ത് തൃപ്പൂണിത്തുറയിൽ വീട്ടിൽ പോയിട്ടുള്ളതല്ല. പൈസയും കൊണ്ട് ഞാൻ ബാബുവിൻ്റെ വീട്ടിലേ പോയിട്ടില്ല. ബാബുവിൻ്റെ ഔദ്യോഗിക വസതിയിൽ ഞാൻ പോയിട്ടില്ലാത്ത കാര്യമൊക്കെ എന്നോട് ഈ രീതിയിൽ വന്നിരുന്ന് പറഞ്ഞാൽ ഞാൻ എന്താ മറുപടി പറയുക? ഞാൻ വിജിലൻസിൽ കൊടുത്ത മൊഴിയുടെ പകർപ്പ് ഞാൻ നാളെ രാവിലെ തന്നെ നികേഷിന് മെയിൽ ചെയ്ത് തരാം. അത് നോക്കുക. നോക്കിയതിനു ശേഷം ഈ പറയുന്ന വ്യക്തി പറയുന്നതിൽ എന്തെങ്കിലും ആധാരമുണ്ടെങ്കിൽ, ഇത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഡിബേറ്റ് ആണ്. ഈ ഡിബേറ്റിൽ ബിജു രമേശിനോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ 164 സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിരിക്കുന്ന പേജ് നമ്പർ 20, 21 ആ പേജിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ 10 കോടി രൂപയുടെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇവർ ആ തുക പല സ്ഥലങ്ങളിലായി എന്നോടും നൽകിയെന്ന് എന്നോടും മറ്റു ഭാരവാഹികളോടും മീറ്റിംഗിൽ പറഞ്ഞു. ഇതാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ പറയുന്നു. ബിജു രമേശിന് അക്കാര്യത്തിൽ ഒരു പ്രതികരണമുണ്ട് എന്ന് തോന്നുന്നു. ശ്രീ ബിജു രമേശ്, ഈ 164-ൽ, അതായത് കോടതിയിൽ പറഞ്ഞ മൊഴിയിൽ താങ്കൾ ബാബുവിനെ നേരിട്ട് പണം നൽകി എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? അക്കാര്യത്തിൽ ഒരു ക്ലിയറൻസ് ആണ് സിദ്ദിഖ് ചോദിക്കുന്നത്. ഞാൻ കാര്യം ബാബുവിൻ്റെ കേസിൻ്റെ 164 അല്ല പറയുന്നത്. പക്ഷെ അവിടെ 10 കോടി രൂപയുടെ പൈസ കൊടുക്കാനുണ്ടായ സാഹചര്യം കൂടി അതിനകത്ത് കോടതിയിൽ 10 കോടി രൂപ ലൈസൻസ് ഫീ കുറച്ച് തരുന്നതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്ന്, ബാക്കി കൊടുത്തിട്ടുള്ള തുകയുടെ എമൗണ്ട് വോളിയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഞാൻ കൊണ്ടുപോയി ജനം കേൾക്കട്ടെ, ക്ലാരിഫൈ ചെയ്യൂ, എന്തെങ്കിലും പറയില്ല. ഞാൻ രണ്ടിന്റെയും പകർപ്പ്, അതെ, എന്റെ കയ്യിൽ പേപ്പറില്ല. താങ്കൾ എന്താ വായിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം ഇത് പറയുന്നത് മനസ്സിലാവില്ല. ഇടതുപക്ഷത്തിന്റെ കൂടെ ഗൂഢാലോചന നടത്തി താങ്കൾ ഹാജരാക്കിയ സിഡിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? 2015 മാർച്ച് 30 താങ്കൾ എറണാകുളത്ത് ഗോകുലം പാർക്കിൽ നടന്ന മീറ്റിംഗിൽ താങ്കൾ പറഞ്ഞിരിക്കുന്നത് ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കണം. അതിന് ശ്രീ കോടിയേരിയും പിണറായിയും ഒക്കെ എല്ലാ പിന്തുണയും നൽകിയിട്ടുണ്ട്. സൗകര്യം ചെയ്തു തരും എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്കും അതിനെ ആരോപണം ഉന്നയിക്കണം. അത് ആരോപണം ഉന്നയിക്കാൻ നിങ്ങൾ മദ്യ മുതലാളിയായ നിങ്ങൾ ഇടതുപക്ഷവുമായി ചേർന്ന് നിങ്ങൾ ഏറ്റവും വലിയ വൃത്തികേട് കാണിക്കുക എന്ന് നിങ്ങൾ മാന്യനായി ക്ഷമയാ. ബിജു രമേശ് മറുപടി. എനിക്ക് താങ്കളെപ്പോലെ നിലവാരം കുറഞ്ഞ എനിക്ക് എൻ്റെ നികേഷ് ഞാൻ നിർത്തുകയാണ്. ഇതുപോലുള്ള ആൾക്കാരോട് മറുപടി എനിക്ക് ജനങ്ങളോട് നികേഷ് ചോദിക്കും, ഞാൻ മറുപടി പറയാം. ഇതുപോലെ ബാബുവിൻ്റെ വക്കാലത്ത് എടുത്തുകൊണ്ടത് എന്ന് സംസാരിക്കുന്നവരോട് മറുപടി പറയേണ്ട കാര്യമില്ല. ഞാൻ നാളെ രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എവിഡൻസുകൾ മുഴുവൻ നിങ്ങളുടെ ചാനലിൽ എത്തിച്ചു തരാം. അല്ലാതെ എനിക്ക് ബാബുവിൻ്റെ വക്കാലത്ത് എടുത്തു വന്നിരിക്കുന്നവരോട് ഞാൻ മറുപടി താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയാം. ഞാൻ താങ്കളുടെ ജീവനക്കാരനല്ല. ബാബുവിന്റെ ഡിഫൻസ് തന്നെയാണ്. അതാണ് സിദ്ദിഖ് ചോദിക്കുന്ന ചോദ്യം. ആ ചോദ്യം പറയൂ. അതെ, ബിജു രമേശ് നാളെ മറുപടി പറയട്ടെ. ബിജു രമേശ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് 22 ലക്ഷം ലൈസൻസ് ഫീ ഉള്ളത് 30 ലക്ഷമാക്കാൻ വേണ്ടി ബാബു ആക്കുമെന്ന് പറഞ്ഞു. അത് കുറയ്ക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ 30 ലക്ഷമാക്കാൻ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ് ബാബു പറഞ്ഞിട്ടുള്ളത്. അതിന് ഉപോത്ബലകമായിട്ടുള്ള തെളിവുകളും അദ്ദേഹം ഹാജരാക്കി എന്ന് പറയുന്നു. അതിനനുസരിച്ചുകൊണ്ട് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ 10 കോടി നൽകിയത് എന്ന് പറയുന്നു. അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ നൽകിയതായിരിക്കുന്ന പ്രപ്പോസൽ 25 ലക്ഷത്തിൻ്റെതാണ്. രണ്ടാമത്തെ കാര്യം, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ, ഭരണ ചരിത്രത്തിൽ ഇതുവരെ FL3 ലൈസൻസിന്റെ തുക ഒരു വർഷം 8 ലക്ഷം കൂട്ടി എന്നുള്ള ചരിത്രമില്ല. 1 ലക്ഷം ബാബു അത് നിയമസഭയിൽ പറഞ്ഞതുമാണ്. പക്ഷേ ശ്രീ ബിജു രമേശ് ആരാ ഇത് പറയണ? പറയൂ. അല്ലെ, 12 ലക്ഷം രൂപയായിരുന്ന ലൈസൻസ് 18 ലക്ഷം രൂപ ഒറ്റയടിക്കല്ലേ കൂട്ടിയത്? ഈ 18-ൽ നിന്ന് അത് 22 ലക്ഷം രൂപയാക്കി ഒറ്റയടിക്കല്ലേ കൂട്ടിയത്? പിന്നെ എങ്ങനെയാ അത് കൂട്ടിയിട്ടില്ല എന്ന് പറയുന്നത്?
ഈ LDF ഗവൺമെന്റ് വന്നപ്പോൾ 18 ലക്ഷത്തിന് ഉപയോഗിക്കുന്ന ലൈസൻസ് ഒറ്റയടിക്ക് 24 ലക്ഷത്തിലേക്ക് വന്നത്. 1999 മുതൽ 31/3/2002 വരെ ഉള്ളതായ കാലയളവിൽ 3 കൊല്ലക്കാലത്തേക്ക് 13 കൊല്ലക്കാലത്തേക്കുള്ള കൂട്ടൽ. അതുപോലെ 2002 മുതൽ 2004 വരെ 2 ലക്ഷത്തിന്റെ വർധനവ്. ഇത് സിദ്ദിഖ് അതിന് നേരത്തെ വിശദീകരണം ബിജു രമേശ് നൽകിയത് ഇങ്ങനെയാണ്. അതായത് 2013 വരെ 6 ലക്ഷത്തിന്റെ വർധനവ്. ഏകദേശം ഒരു വർഷം 1 ലക്ഷത്തിന്റെ വർധനവല്ലാതെ 8 ലക്ഷം കൂട്ടാൻ വേണ്ടി അഴിമതി പണം ആവശ്യപ്പെട്ട് കേരളത്തിലെ ജനങ്ങളെ കളിയാക്കുക. ഇടതുപക്ഷത്തിന് വേണ്ടി കള്ളം പറയുക, പച്ചക്കള്ളം. ശ്രീ സിദ്ദിഖ് അതിന് തന്നെ നേരത്തെയുള്ള വിശദീകരണം ഇതാണ്. അതായത് ഇത് ബാബു പണം വാങ്ങുന്നതിന് വേണ്ടി 10 കോടി രൂപ ആവശ്യപ്പെടുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കഥയാണ്. യഥാർത്ഥത്തിൽ 25 ലക്ഷം 23-ൽ നിന്ന് 25 ലക്ഷം രൂപ ആണ് ലൈസൻസ് ഫീ ഉയർത്താൻ തീരുമാനിച്ചത്. ബാബുവിന് 10 കോടി അടിക്കാൻ വേണ്ടി ബാബു അത് 30 ലക്ഷമാണ്, ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് ബാറുടമകൾ വിളിച്ചു പറഞ്ഞത്. നികേഷ് ഇത് ആരോടാ പറയുന്നത്? കേരളത്തിലെ ബാർ മുതലാളിമാർക്ക് ഈ കേരളത്തിലെ ചരിത്രം അറിയാലോ? ഏതെങ്കിലും FL3 ലൈസൻസ് ഒറ്റയടിക്ക് 8 ലക്ഷം കൂട്ടിയതിന്റെ ചരിത്രമുണ്ടോ? നിങ്ങളത് പരിശോധിക്ക്. ആരെങ്കിലും കൊടുക്കോ? മാത്രമല്ല, കെ ബാബു എന്താ ചെയ്തത്? 18 മണിക്കൂർ ഉണ്ടായിരുന്ന പ്രവൃത്തി നേരെ കുറച്ചു 12.5 മണിക്കൂറായി വെട്ടിക്കുറച്ചതായിരിക്കുന്ന പശ്ചാത്തലത്തിൽ FL3 ലൈസൻസിന്റെ ഒന്ന് ദയവായി തുടരുക. ശരിയാണ്, താങ്കളുടെ കയ്യിൽ വാദങ്ങളുണ്ട്. ഒരുപക്ഷെ ബിജു രമേശിന് എന്തുകൊണ്ട് 164-ലോ അല്ലെങ്കിൽ 161-ലോ വിവിധ അന്വേഷണ ഘട്ടങ്ങളിൽ ബാബുവിന്റെ പേര് പറഞ്ഞില്ല എന്നുള്ള ചോദ്യത്തിന് താങ്കളുടെ കയ്യിൽ ബാബുവിൻ്റെതായ വിശദീകരണമുണ്ട്. ഞാൻ സമ്മതിക്കുന്നു, അത് പ്രസക്തവുമാണ്. ഞാനത് പറയാൻ താങ്കളെ അനുവദിക്കുകയും ബിജു രമേശ് അത്തരം വിശദാംശങ്ങളിലേക്ക് തിരികെ പോകുന്നതിന് ചെറിയ രീതിയിലുള്ള ഒരു തടസ്സം നേരിടുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ വിജയം താങ്കൾക്കാണ്. ഈ ചർച്ചയിൽ തന്നെ എലഗൻസ് ബിനോയ് എന്നൊരു ബാർ ഉടമ പങ്കെടുക്കുന്ന കാര്യം താങ്കൾക്ക് അറിയില്ലായിരിക്കും. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ പങ്കെടുത്തിരുന്നു. ബിനോയ് ബാബുവുമായി വളരെ അടുത്ത് ബന്ധം പുലർത്തുന്നയാളാണ്. ആ ബിനോയ് പോലും പറയുന്നത് 10 കോടി രൂപ മുതൽ 13 കോടി രൂപ വരെ 2014-ൽ മാത്രം ബാർ ഉടമകൾ പിരിച്ചിട്ടുണ്ട്. സിദ്ദിഖ് വായിച്ചതാണല്ലോ വിജിലൻസ് ജഡ്ജിയുടെ വിധി. ഇല്ലിക്കാടിൻ്റെ വിധിയിൽ പറയുന്നത് ഈ പിരിച്ച തുക എത്രയാണ്, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ് എന്നറിഞ്ഞാൽ മാത്രമേ 50 ലക്ഷം രൂപ മാണിക്ക് കൊടുത്തോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താൻ കഴിയൂ എന്നാണ്. അപ്പോൾ 10 കോടി മുതൽ 13 കോടി രൂപ വരെ പിരിച്ചിട്ടുണ്ട് എന്ന് ബാബുവിൻ്റെ ഏറ്റവും അടുത്ത ബാറുടമ എലഗൻസ് ബിനോയ് പറയുന്നു. ഈ പണം എന്തായാലും ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ്റെ കണക്ക് പുസ്തകത്തിൽ ഇല്ലല്ലോ. ഇത് വേറെ ആർക്കൊക്കെയോ കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ആ കൈമാറ്റം ചെയ്തത് ബാബു അല്ലെങ്കിൽ മറ്റൊരു മന്ത്രി. ബാബുവിൻ്റെ പേര് എന്തുകൊണ്ട് ആദ്യം പറഞ്ഞില്ല, എന്തുകൊണ്ട് രണ്ടാമത് പറഞ്ഞില്ല, എന്തുകൊണ്ട് മൂന്നാമത് മാത്രം പറയുന്നു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകും. പക്ഷേ അവിടെ പണം പിരിച്ചിട്ടുണ്ട്. ഏതോ മന്ത്രിമാർക്ക് തങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി ബാർ ഉടമകൾ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ശ്രീ ടി സിദ്ദിഖ് താങ്കൾ സമ്മതിക്കുമല്ലോ? അല്ല, ഇതില് ഇവർ പണം പിരിച്ചോ എന്ന് എനിക്കറിയില്ല. പിരിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏത് രീതിയിൽ ക്രയവിക്രയം ചെയ്തു എന്ന് പറയേണ്ടത് ഞങ്ങളല്ല, ബാറുടമകൾ പറയുന്നു. ഇവിടെ ശ്രീ ടി സിദ്ദിഖ് ഒരു ബാറുടമ എന്നല്ല ബിജു രമേശിനെ നാം വിശേഷിപ്പിക്കേണ്ടത്. ബാർ ഹോട്ടൽ ഓണേഴ്സ് പറയാൻ സമ്മതിക്കാതിരിക്കില്ല. ഇല്ല ശ്രീ ടി സിദ്ദിഖ്, താങ്കൾ പറയുന്നത് മുഴുവൻ ഞാൻ അംഗീകരിച്ചു, പറയാൻ അനുവദിച്ചു. ഇനി എൻ്റെ ചോദ്യം കേൾക്കുക. ഇവിടെ ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശാണ് പറയുന്നത് ഇതാ ഈ പണം കൊടുത്തിരിക്കുന്നത് ബാബുവിനാണ് എന്ന്. മാത്രമല്ല, അപ്പോൾ മറ്റുടമകൾ പറഞ്ഞു എന്നായിരിക്കും ചോദ്യം. മറ്റുടമകൾ പറഞ്ഞു വിജിലൻസിനോട് നേരിട്ട് ഇല്ല, ആർക്കും പണം കൊടുത്തിട്ടില്ല എന്ന്. പക്ഷേ അവരോട് നുണപരിശോധനയ്ക്ക് വിധേയരാകാൻ തയ്യാറാകണമെന്ന് വിജിലൻസ് പറഞ്ഞപ്പോൾ ഇല്ല, ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആരാണ് കള്ളം പറയേണ്ടത്, ആരാണ് കള്ളം പറയുന്നത് എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുക ശ്രീ ടി സിദ്ദിഖ്? ഞാൻ 337 സാക്ഷികളെ വിസ്തരിച്ചപ്പോ ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളി അല്ലാതെ ആരെങ്കിലും പറഞ്ഞോ ഈ 330 ബാർ ഉടമകളുടെ മൊഴിയെടുത്തപ്പോൾ അവരൊന്നും തന്നെയും കെ മാണിക്കോ ബാബുവിനോ പണം കൊടുത്തതായി പറയുന്നുണ്ടാകില്ല. പക്ഷേ തങ്ങളുടെ കയ്യിൽ നിന്ന് 1-2 ലക്ഷം രൂപ പിരിച്ചു എന്ന് അവരെല്ലാം പറയുന്നു. അപ്പോഴാണ് ഈ പിരിച്ച തുകയുടെ കണക്ക് സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്ന് വിജിലൻസ് ജഡ്ജി ഇല്ലിക്കാടൻ പറയുന്നത്.
അവിടെയാണ് നമ്മൾ എലഗൻസ് ബിനോയിയെ കൊണ്ടുവരുന്നത്. എലഗൻസ് ബിനോയ് ബാബുവുമായി അടുത്ത ബന്ധമുള്ള ബാർ ഉടമയാണ്. എലഗൻസ് ബിനോയ് പറയുന്നു 1 ലക്ഷവും 2 ലക്ഷവും എല്ലാ ബാർ ഉടമകളിൽ നിന്നും പിരിച്ചിട്ടുണ്ട്. 530 ബാർ ഉടമകളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. ഈ 530 × 1, 2 എന്ന് കൂട്ടിയാൽ അത് വരും 10, 12, 13 കോടി രൂപ. ആ പണം പിരിച്ചിട്ടുണ്ട് എന്ന് എലഗൻസ് ബിനോയ് പറയുന്നു. ആ പണം കൊടുത്തത് ബാബുവിനാണ് എന്ന് ബിജു രമേശ് പറയുന്നു. ഇവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അല്ല, ഈ കൊടുത്തു എന്ന് പറയപ്പെടുന്നതായ വ്യക്തികൾ അവിടെ ബിജു രമേശ് പറയുന്നതല്ല. ബിജു രമേശ് ഇടതുപക്ഷവുമായിട്ട് കോൺസ്പിറസി നടത്തി. ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷമൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തിന്റെ വാക്ക് വിശ്വസിക്കാൻ ഈ കേരളത്തിലെ പൊതുസമൂഹം ഒരുക്കല്ല. 9 ബാർ ഇവിടെ ഒരു അഴിമതി ആരോപണം ബിജു രമേശ് ഉന്നയിക്കുകയും ആ അഴിമതി ആരോപണത്തിൽ നിങ്ങൾക്ക് ക്വിക്ക് വെരിഫിക്കേഷൻ ഇടേണ്ടി വരികയും അത് FIR ആയി മാറുകയും ആ FIR കുറ്റപത്രത്തിലേക്ക് നടന്ന് നീങ്ങുന്നതും ശ്രീ ടി സിദ്ദിഖ് നമ്മൾ കാണുകയല്ലേ. ഇതേ ബിജു രമേശ് ഉന്നയിച്ച ആരോപണമാണല്ലോ. അടുത്ത ആളെ കിട്ടിയിരിക്കുന്നു ബിജു രമേശിന്. അത് ബാബുവാണ്. ബാബുവിന് കൊടുത്ത പണം എത്രയാണ് എന്നത് സംബന്ധിച്ചാണ് ഇനി നമ്മളൊരു വ്യക്തത വരുത്തേണ്ടത്. ആ വ്യക്തത വരുത്തുന്നതിൻ്റെ സാഹചര്യമാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത്. ഇതിൽ അഴിമതി ആരോപണം ഉന്നയിച്ചതായിരിക്കുന്ന ബിജു രമേശിനെതിരെ കെ ബാബു കൊടുത്ത കേസിൽ കോളക്കുളം കൃഷ്ണദാസും അതുപോലെ ഗോകുലം ഗോപാലേട്ടനൊക്കെ വിട്ടുകഴിച്ച് ഇത് പരിഹരിക്കാൻ വേണ്ടി രഞ്ജിപ്പിന് ശ്രമിച്ച ആളാണ് ആര്? ഈ ബിജു രമേശ്. മറുപടി പറയുക. രാജ്യരാമാനം കള്ളം പറയുന്ന ബിജു രമേശ് ഇപ്പോഴും നിഷേധിക്കും. പക്ഷേ ഇത് കേരളത്തിലെ അറിയാം ബിജു രമേശ് ആർക്ക് വേണ്ടിയാണ് പുള്ളി വക്കാലത്ത് എടുത്തിട്ടുള്ളത്, ആരെ സംരക്ഷിക്കാനാണ് പുള്ളി ശ്രമിക്കുന്നത്, ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി അറിയാം. കേരളത്തിൽ ഒരു അഴിമതിരഹിതനായ കേരളം കണ്ട പ്രഗത്ഭനായ കേരളത്തിലെ എക്സൈസ് മന്ത്രി കെ ബാബുവിനെ കരിവാരിത്തേക്കാനാണ് ഇപ്പൊ ശ്രമം. പണിപ്പോയ മധ്യ രാജാക്കന്മാർ മുതലാളിമാർ. അതുകൊണ്ട് ഈ ഏർപ്പാടൊന്നും നടക്കില്ല ബിജു രമേശ്. അങ്ങനെ കേരളം കണ്ട പ്രഗത്ഭനായ മന്ത്രിയാണ് കെ ബാബു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ തലയിൽ കൂടെ മുണ്ടിട്ട് കിടക്കേണ്ടി വരും. ഇത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന വ്യക്തി, വളരെ മോശം മ്ലേച്ഛമായി ചാനലിലൂടെ സംസാരിക്കുന്ന വ്യക്തി, വളരെ സബ്സ്റ്റാൻഡേർഡ് ലെവലിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. സെക്രട്ടേറിയറ്റിൽ ഞങ്ങൾ കഴിഞ്ഞ UDFന്റെ ഗവൺമെന്റ് സമയത്ത് ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ പോകുമ്പോൾ കൃഷ്ണദാസിനെ കാത്ത് താഴെ വന്ന് നിൽക്കുകയും കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നതൊക്കെ ശ്രീ കെ ബാബുവാണ്. അത് ഞാനൊരു ചാനലിൽ പറഞ്ഞതിനെതിരെയാണ് ബാബു കേസ് ഫയൽ ചെയ്തിട്ടുള്ള, അല്ലാതെ വേറെ കാര്യത്തിലൊന്നുമല്ല. എന്ന് പറഞ്ഞതിനെതിരെയാണ് ബാബു കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. അതും 25 ലക്ഷം. 10 കോടി രൂപ ഫയൽ ചെയ്ത തുടങ്ങാനിരുന്ന 14 ബീവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ വേണ്ടെന്ന് തീരുമാനിച്ച മന്ത്രി ജൂൺ 26 ഈ ഇന്ത്യ രാജ്യത്ത് മദ്യവിരുദ്ധ ദിവസം ഡ്രൈഡേ ആയി പ്രഖ്യാപിച്ച മന്ത്രി, UDFന്റെ കാലത്ത് 25% മദ്യത്തിന്റെ ലഭ്യത കുറച്ച മന്ത്രി, മദ്യം വാങ്ങുന്നതിന്റെ പ്രായപരിധി 18 നിന്ന് 21 വയസ്സാക്കി വർദ്ധിപ്പിച്ച മന്ത്രി, കേരളത്തിലെ 718 ബാറുകൾ പൂട്ടിയ മന്ത്രി, ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ പൂട്ടിയ മന്ത്രി, ലൈസൻസിംഗ് അതോറിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്ത മന്ത്രി, ഇതുപോലെ മന്ത്രിയെ കേരളം കണ്ടിട്ടില്ല. ആ മന്ത്രി ബിജു രമേശ് കൂടിയാൽ ബാബുവിനെ കുറിച്ച് ബിജു രമേശ് മാത്രമല്ല ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, മറ്റുള്ളവരുടെ കാര്യവും ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ ഈ ബാബുവിന്റെ കാലത്ത് ബിജു രമേശിന്റെ ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ രാജ്കുമാർ ഉണ്ണി അടക്കമുള്ളവർ പറഞ്ഞത് കഴിഞ്ഞ LDF മന്ത്രിസഭയുടെ കാലത്ത് എക്സൈസ് മന്ത്രിയായിരുന്ന ഗുരുദാസന് 1 രൂപ പോലും ഞങ്ങൾക്ക് ലൈസൻസ് ഇനത്തിലോ മറ്റ് കാര്യങ്ങൾക്കോ കൊടുക്കേണ്ടി വന്നിട്ടില്ല എന്നാണ്. അപ്പോൾ ബാബുവിൻ്റെ കാര്യത്തിൽ എന്താണ് അവർ പറയാതെ പറഞ്ഞത്, അല്ലെങ്കിൽ കെ മാണിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വരികൾക്കിടയിൽ വായിക്കേണ്ടതെന്ന് വ്യക്തമാണല്ലോ. തുടരുക. എനിക്ക് സമയമില്ല ശ്രീ ബിജു രമേശ്, എനിക്കത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ചർച്ച അടുത്ത പരിപാടി തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു. എന്തെങ്കിലും പറയേണ്ട ഒരു വാചകത്തിൽ പറയുക. ഒരു വാക്ക് കാര്യം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പറയാണ്, ഈ ബാറുകൾ ഒരു ബാറിൽ നിന്ന് മറ്റൊരു ബാറിലേക്ക് 2 കിലോമീറ്റർ ഡിസ്റ്റൻസ്, പഞ്ചായത്തിലാണെങ്കിൽ 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് ബാറുകൾ തമ്മിൽ, സാധാരണ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അമ്പലങ്ങൾക്കും വന്നിട്ടുള്ള അങ്ങനെ നിയമം കൊണ്ടുവന്നത് കെ ബാബുവാണ്. ആർക്ക് വേണ്ടി കൊണ്ടുവന്നു? ആ പോളിസി എഴുതി കൊടുത്ത പോളിസിയാണ്. അവിടെ തൊട്ടാണ് ഇഷ്യൂ തുടങ്ങുന്നത്. എനിക്ക് 5 വാർത്തയായിരുന്നു.
ഇപ്പൊ വിദേശ മദ്യം വിൽക്കുന്നുണ്ടോ? 5 ബാർ ഉണ്ടായിരുന്നു. സിദ്ദിഖേ, ഒരു ചോദ്യം. എന്റെ കളക്ഷനെ കുറിച്ചൊക്കെ താങ്കൾ പറയണ കേട്ടല്ലോ. താങ്കൾ എന്റെ അവിടെ വന്ന് കളക്ഷൻ ഏജന്റ് ആയിരുന്നോ? ഞാൻ എത്ര രൂപ വീട്ടിൽ കൊണ്ടുപോകുന്നത് താങ്കൾ എവിടെ ആരാ കണക്ക്? ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകൻ ഇല്ലാത്ത കണക്കുകൾ സംസാരിക്കുന്നത് താങ്കളുടെ വായ മൂടിപ്പോയല്ലോ. താങ്കളുടെ ക്യാഷ് അല്ലെ? അല്ല സിദ്ദിഖ്, സിദ്ദിഖ് ഒരു രാഷ്ട്രീയമായ ചോദ്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഈ ബിജു രമേശ് ആക്ഷേപം ഉന്നയിച്ചു, ശ്രീമാൻ കെ എം മാണിക്കെതിരായും കെ ബാബുവിനെതിരായി. ഇത് രണ്ടിനും അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ച് തിരുവനന്തപുരത്താണ്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ കെ എം മാണിയുടെ വിജിലൻസ് അന്വേഷണം തിരുവനന്തപുരത്തും കെ ബാബുവിൻ്റെ അന്വേഷണം എറണാകുളത്തേക്കും മാറ്റാനുണ്ടായ അടിസ്ഥാനപരമായ കാരണം എന്താ? അട്ടിമറിക്കാൻ വേണ്ടിയായിരുന്നില്ലേ? അവിടെയാണ് ജനങ്ങൾ സംശയിക്കുന്നത്. സിദ്ദിഖെ, ജനങ്ങൾ രാഷ്ട്രീയമായി സംശയിക്കുന്നതിന്റെ പിന്നിൽ എനിക്ക് തോന്നുന്നു ഈ സൗണ്ട് കേട്ടിട്ട് രാധാകൃഷ്ണനാണെന്ന് തോന്നുന്നു. അതെ, അത് തന്നെയാണ്. ആണ് രാധാകൃഷ്ണ, എവിടെ നടക്കുന്നു എന്നുള്ളതല്ല, എന്താണ് അന്വേഷണം, എന്ത് നടക്കുന്നു എന്നുള്ളതാണ്. അന്വേഷണത്തിൽ പ്രൈമറി തന്നെ ഒരു സാക്ഷിയുമില്ലാതെ സ്വന്തം കാര്യം അടക്കമുള്ള കേരള കോൺഗ്രസ് എം നേതാക്കളെ കൂടി ദയവായി ബോധ്യപ്പെടുത്തുക. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഗൂഢാലോചന ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് ഇന്ന് ആ പാർട്ടി എത്തിയിരിക്കുന്നത്. ഹിയർസേ പ്രകാരം എനിക്കെതിരെ കേസെടുക്കുന്നു, എന്നാൽ നേരിട്ട് പണം നൽകി എന്ന് പറയുന്ന കെ ബാബുവിനെതിരെ കേസില്ല. ഇതാണ് കെ എം മാണിയുടെ ഇന്നത്തെ നിലപാട്. നാളെ എന്താകും എന്ന് എനിക്കറിയില്ല. വളരെ നന്ദി ശ്രീ ബിജു രമേശ്, എലഗൻസ് ബിനോയ്, സിദ്ദിഖ്, എൻ രാധാകൃഷ്ണൻ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. 8 അവർ അവസാനിക്കുന്നു. നമസ്കാരം.